എന്താണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്? ഭരണേറ്റെടുത്തിട്ട് കിടന്നുറങ്ങലല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പട്ടണത്തിന്റെ MLA ആയപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണമേറ്റെടുത്തിട്ട് ഭരണാധികാരിയായപ്പോ രാത്രിയിൽ പ്രസവവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന പെണ്ണിന് സ്വന്തം ഭാര്യയെ കൊണ്ടുപോയിട്ട് ആവശ്യമായ ചികിത്സ നൽകാൻ, ആവശ്യമായ ഹെൽപ്പ് നൽകാൻ മനസ്സിന് വിഷമം തോന്നിയിട്ടില്ല, പ്രയാസം തോന്നിയിട്ടില്ല. ഇതല്ലേ ശരിയായ ഭരണാധികാരികൾ എന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ നിയമങ്ങളെ വിലകൽപ്പിക്കാതെ ജീവിക്കുന്നവർ. ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ആധുനികതയുടെ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പുതുതലമുറയിലെ പുതുജനങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കും, ഇതിലും അപ്പുറം ഇനി എന്ത് സ്വർഗം, ഇതിന്റെ അപ്പുറത്ത് ഇനി എന്തൊരു ജീവിതം. കാരണം മനുഷ്യൻ അത്രയും ഉന്നമന സ്ഥാനത്താണ് ജീവിക്കുന്നത് എന്ന് ചിലപ്പോ ഇബ്ലീസ് മനസ്സിലിട്ട് തരും. യഥാർത്ഥത്തിൽ ഇത് വെറും ശൈത്താനീയത്തിന്റെ ചിന്ത മാത്രമാണ്. അത് ഇന്ന് ജീവിക്കുന്ന ആധുനിക ലോകത്തെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രം തോന്നിയ തോന്നലല്ല. മറിച്ച് ഈ ഒരു സൗകര്യങ്ങളൊന്നും ലോകത്ത് കാണാനില്ലാത്ത കാലത്ത് ജീവിച്ച ആളാണ് ഫിർഔനുൽ ലഈൻ. ആ ഫിർഔൻ അന്ന് ജീവിക്കുമ്പോൾ അവനും പറഞ്ഞത് ഇത് തന്നെയാണ്. എല്ലാ പുരോഗതിയും സൗകര്യവും സന്തോഷവും എൻ്റെ കയ്യിലുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവന് ആവശ്യ നിർവഹണം നടത്താൻ വേണ്ടി പോലും ഭൂമിയുടെ ഉള്ളിൽ സൗകര്യം ചെയ്തു വെച്ച് ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ജീവിതത്തെ തിട്ടപ്പെടുത്തിയ ലോകം കണ്ട ധിക്കാരിയായ ഭരണാധികാരിയാണ് ഫിർഔനുൽ ലഈൻ. ആ ഫിർഔൻ ഒരിക്കലും മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ജീവിച്ച ഫിർഔൻ ഒരു തവണ പോലും പറഞ്ഞില്ല, വരും കാലയളവിൽ വരുന്ന ഒരു പുരോഗതിയും എന്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ അഹങ്കാരത്തിനില്ല എന്നല്ല പറഞ്ഞത്. മറിച്ച് അന റബ്ബുകുമുൽ അഅലാ. മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാമിനോട് നമ്രൂദും പറഞ്ഞത് ഇത് തന്നെയാണ്. ഒരാളുടെയും അഹങ്കാരത്തിന് കുറവുണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലല്ലോ മുസ്ലിയാരെ, ഇല്ല. അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ലല്ലോ മുസ്ലിയാരെ, ഇല്ല. അന്നത്തെ കാലത്ത് ഇന്ന് കാണുന്ന വാഹനങ്ങളില്ലല്ലോ മുസ്ലിയാരെ, ഇല്ല. ഇന്ന് കാണുന്ന ഒരു ടെക്നോളജിയും ഇല്ലല്ലോ വലിയാരെ, ഒരു ടെക്നോളജിയും ഇല്ല. അതൊന്നും ഇല്ലാത്ത കാലത്തും അവരുടെ അഹങ്കാരത്തിന് കുറവില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അവരുടെ കാലയളവിൽ അവർ ജീവിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നതിൽ അവൈലബിൾ ആയതിൽ ഏറ്റവും ഉന്നതമായ ജീവിതം അവർ ജീവിക്കാൻ ശ്രമിച്ചു. അതാണ് വലുത് അവർ വിശ്വസിച്ചു. നമ്മളിപ്പോ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നമ്മളെ കൂടെ ജീവിക്കുന്ന ആളുകൾ വിചാരിക്കുകയാണ് മനുഷ്യൻ എന്തൊക്കെയോ നേടിയിട്ടുണ്ട്. മനുഷ്യനൊന്നും നേടിയിട്ടില്ല. മനുഷ്യൻ എന്ത് നേടിയെന്നാണ് ഈ വിശ്വസിക്കുന്നത്? ടെക്നോളജി നേടിയെന്നതാണോ? എന്നാ അതുകൊണ്ട് ലോകത്ത് മുഴുവനും നിറഞ്ഞോ? ഞാൻ ചോദിക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായ ഒരാവശ്യം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായ ആവശ്യം എന്താണ്? അവന്റെ ആരോഗ്യവും ആയുസ്സുമാണ്, അല്ലേ? മനുഷ്യന്റെ ഭൗതികമായ ലോകത്തെ ഭൗതികമായ ചിന്തയിൽ ഏറ്റവും ഉന്നതമായത് ഈമാനുള്ള മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീയ ലോകത്തെ കുറിച്ച് പറയുമ്പോൾ അവനിക്ക് ആഖിറാണ് വലുത്. അതിനെ കുറിച്ചല്ല പറയുന്നത്. ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഭൗതികതയിൽ ഏറ്റവും ഉന്നതമായ നിഅമത്ത് എന്ന് പറയുന്നത് അവന്റെ ആരോഗ്യമാണ്, ആയുസ്സാണ്, അല്ലേ? ഏറ്റവും മുഖ്യമായ ഘടകമാണ് ആരോഗ്യവും ആയുസ്സും എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലയളവിലുള്ള ആയുസ് ഇന്നത്തെ ജനങ്ങൾക്കുണ്ടോ? നിങ്ങൾ നോക്ക്, മഹാനായ നബിയുല്ലാഹി നൂഹ് അലാ നബീന അലൈഹി സലാം. ആ നൂഹ് നബി അലൈഹി സലാം 900-ലേറെ വർഷം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത് നടത്തി. എത്ര വർഷം? 900 വർഷത്തിലേറെ നൂഹ് നബി അലൈഹി സലാം ഇസ്ലാമിക പ്രബോധനം നടത്തി. 1000 കൊല്ലങ്ങളോളം ജീവിച്ച മഹാനായ നബിയുല്ലാഹി നൂഹ് അലാ നബീന അലൈഹി സലാം ഇന്നത്തെ കാലത്ത് ഉപ്പാപ്പയായിട്ട് മരിക്കുന്ന 90 വയസ്സുള്ള ആളെ കണ്ടാൽ എന്ത് പറയും? കുട്ടിക്കാലത്ത് മരിച്ചുപോയല്ലോ, എന്റെ കാലയളവിന്റെ ഒരു 10% പോലും ജീവിച്ചില്ല. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരൊറ്റ ഹോസ്പിറ്റലില്ല. ഇന്നത്തെ സംവിധാനമുള്ള ഒരു സൗകര്യവും ഒരു ക്ലിനിക്കും അന്നത്തെ കാലത്ത് ഇല്ല.
നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് പോകട്ടെ, ഇവിടെയുള്ള ഉപ്പാപ്പാരോട് ചോദിച്ചു നോക്കി, ഇന്ന് കാണുന്ന ഹോസ്പിറ്റലിൽ 30-40 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നോ? കാസർഗോഡ് ജില്ലക്ക് ഹോസ്പിറ്റൽ വേണം, തെരഞ്ഞെടുപ്പ് വരുമ്പോ നമ്മളെല്ലാവരും ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കാസർഗോഡ് ഇല്ലാണോ മംഗലാപുരാണോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇത് തെറ്റാണ് എന്നല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പക്ഷം ചേർന്നിട്ട് അത് ഉണ്ടാകണമെന്നോ ഉണ്ടാകരുത് എന്നോ വാദിക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റൽ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ട് ജനപ്രതിനിധികൾക്കൊന്ന് ചോദിച്ച് വാങ്ങുകയാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളാണ്. കാരണം വേണ്ടതുപോലെ ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോ ചോദിച്ച് വാങ്ങേണ്ട ഗതികേട് വരുന്നത് വേണ്ടതുപോലെ ഭരണാധികാരികൾ നന്നാകാത്തത് കൊണ്ടോ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ അതാ ഭരണമേറ്റെടുത്തതിന്റെ ശേഷം പല ദിവസവും കിടന്നുറങ്ങിയിട്ടില്ല, വീട്ടിൽ കിടന്നിട്ടില്ല. എന്താ കാരണം എന്നറിയോ? ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന മദീന പട്ടണത്തിൽ ആരെങ്കിലും വിഷമം അനുഭവിക്കുന്നവരുണ്ടായിട്ട് ഈ ഭരണാധികാരി അറിയാതെ പോയാൽ അള്ളാന്റെ കോടതിയിലെത്തുമ്പോൾ ഞാൻ ഇതിന് മറുപടി പറയേണ്ടി വരുമല്ലോ. ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ രാത്രിയിൽ പലപ്പോഴും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറക്കം കിട്ടിയിട്ടില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തപ്പോൾ വിഷയതല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രായം നിന്ന് കിളവിയായ ഉമ്മനെ സഹായിക്കാൻ വേണ്ടി ചെന്നപ്പോ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് ആ ഉമ്മ പറയാണ്, ഇതുവരെ എന്നെ സഹായിച്ചത് രാത്രികളിൽ എനിക്ക് ആവശ്യമുള്ളത് ഒരാളും സഹായിക്കാനില്ലാത്ത, ഒരാളും എനിക്ക് വേണ്ടി സേവനം ചെയ്യാനില്ലാത്ത ഈ വീട്ടിൽ കിളവിയായ ഉമ്മയായ എനിക്ക് വേണ്ടി സേവനം ചെയ്തു തന്നത് അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. എന്താണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്? ഭരണമേറ്റെടുത്തിട്ട് കിടന്നുറങ്ങലല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പട്ടണത്തിന്റെ MLA ആയപ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണമേറ്റെടുത്തിട്ട് ഭരണാധികാരിയായപ്പോ രാത്രിയിൽ പ്രസവവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന പെണ്ണിന് സ്വന്തം ഭാര്യയെ കൊണ്ടുപോയിട്ട് ആവശ്യമായ ചികിത്സ നൽകാൻ, ആവശ്യമായ ഹെൽപ്പ് നൽകാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിന് വിഷമം തോന്നിയിട്ടില്ല, പ്രയാസം തോന്നിയിട്ടില്ല. ഇതല്ലേ ശരിയായ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, എന്റെ വിഷയതല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, തെരഞ്ഞെടുപ്പ് വരുമ്പോ നമ്മൾ പറയും നമ്മളെ നാട്ടിലും വേണമല്ലോ ഹോസ്പിറ്റല്, നമ്മളെ നാട്ടിലും വേണമല്ലോ സൗകര്യങ്ങള്, നമ്മളെ നാട്ടിലും വേണമല്ലോ ചികിത്സകള്. ഈ സൗകര്യങ്ങളാകുന്ന സൗകര്യങ്ങളെ മുഴുവനും ചോദിച്ച് വാങ്ങിയിട്ട് കിട്ടിയതെന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദിച്ചു വാങ്ങി ഹോസ്പിറ്റൽ, എന്നിട്ട് എന്തുണ്ടായി? ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് എന്തുണ്ടായി? 100 വയസ്സ് വരെ ജീവിച്ചിരുന്ന നമ്മളെ ഉപ്പാപ്പമാർ, അതേ 90 വയസ്സ് വരെ ജീവിച്ചിരുന്ന നമ്മളെ ഉപ്പാപ്പമാർ, നമ്മളെ മുൻഗാമികളായ അതേ നമ്മളെ ഉപ്പാപ്പമാർ, 60ഉം 70ഉം ജീവിച്ചിരുന്ന ഉപ്പാപ്പമാർ ഒരുപാട് നമ്മളെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് പേഴ്സന്റേജ് നോക്കിയാൽ ഉപ്പാപ്പമാരെ മരിക്കാൻ കിട്ടുന്നില്ല. കാരണം ഉപ്പാപ്പയാകുന്നതിന്റെ മുമ്പ് തന്നെ ബാപ്പ മരിച്ചു പോവാണ്. ഫുജാഅത്തുൽ മൗത്തിന്റെ കാലം വന്നുപോയി. ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 20-30 കൊല്ലം മുമ്പുള്ള കഥയാ ചോദിക്കുന്നത്, കുറെ കാലം മുമ്പുള്ള കഥയല്ല. 20-30 കൊല്ലം മുമ്പ് നമ്മളെ നാടുകളിൽ 100ഉം 90ഉം 60ഉം 70ഉം തികഞ്ഞ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അതിന്റെ പേഴ്സന്റേജ് വെച്ചിട്ട് ഇന്നത്തെ കാലത്തെ പരിശോധിച്ചാൽ 60 കഴിഞ്ഞ് കിട്ടുന്നവരെത്രയാണ്? മൊയ്ലിയാരെ, ചികിത്സയില്ലേ, സൗകര്യമില്ലേ? അതിനെയാ ഞാനും ചോദിക്കുന്നത്. രോഗങ്ങൾ, പേര് കിട്ടാത്ത രോഗങ്ങളുണ്ട്. ഒരു 10-15 വർഷം മുമ്പൊന്നും സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു രോഗം കേട്ടിട്ടില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? നിങ്ങൾ കേട്ടിരുന്നോ? ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര പുരോഗതിയുള്ള ആളുകളുണ്ട്, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുമ്പ് കാലം ഒരു 15 കൊല്ലം മുമ്പൊന്നും സ്ട്രോക്കിനെ പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ കേട്ടിരുന്നോ? ഇതുപോലെ കേട്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴോ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് പേടിയാണ്. ഞാൻ ദുബായിൽ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ എന്നോട് എന്റെ അനുജൻ പറയാണ്, ഒരാൾക്ക് ആ ചെറിയ വേദന പെരടിയുടെ ഭാഗത്ത് നിന്ന് വന്നതാണ്, സ്ട്രോക്കാണെന്ന് പറഞ്ഞിട്ട് അയാൾ ആകെ ബേജാറായി പോയി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ പറഞ്ഞു കഫത്തിന്റെ പ്രശ്നമാണ്, ഒരു പ്രയാസമില്ല. ഇയാൾക്ക് സ്ട്രോക്ക് വരുമെന്ന് ബേജാറായിട്ട് അറ്റാക്കായി പോകുമെന്ന് പേടിച്ചിട്ട് മക്കൾ വിളിച്ച് ദ്വാരക്കാൻ പറയാണ്. ഈമാനുള്ള വിശ്വാസികളെ, ഈ നിലക്ക് സൗകര്യങ്ങൾ കൂടിയപ്പോൾ മനുഷ്യൻ നേടിയെടുത്ത പുരോഗതി എന്താണ്? ടെൻഷൻ എന്ന് പറയുന്നത് അധികരിച്ചു എന്നതിന്റെ അപ്പുറത്ത് മനുഷ്യൻ ഇവിടെ ഒന്നും സമ്പാദിച്ചിട്ടില്ല.
ബിൽഡിങ്ങുകളിലെ വലിയാരെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കോഴിക്കോട് അങ്ങാടിയിലൂടെ, ഇവിടെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല, ട്രെയിനിലാണ് വന്നത്. കോഴിക്കോട് അങ്ങാടിയിലൂടെ റോഡിന്റെ അതേ ഹൈവേയിലൂടെ പോകുമ്പോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു ബോർഡ് വായിച്ചു. എന്താ ബോർഡിലുള്ളത് എന്നറിയോ? പരസ്യത്തിന്റെ ബോർഡാണ്, പെണ്ണിന്റെ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് വായിച്ചതാണ്. അതിലെന്താ ഉള്ളതെന്ന് ഒരു ഹൃദയത്തിന്റെ ഫോട്ടോ ആണ്, അതിന്റെ അടിയിൽ ഒരു കയ്യും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് ഹോസ്പിറ്റലാണ് എന്നൊന്നും എനിക്കറിയില്ല, തെറ്റാണ് എന്നും ഞാൻ പറയുന്നില്ല, ശരിയാണ് എന്നും ഞാൻ പറയുന്നില്ല. അതിന്റെ അടിയിൽ എഴുതി വെച്ചത് കോഴിക്കോടിന്റെ ഹൃദയം ഞങ്ങളെ കയ്യിലാണ്. ഹോസ്പിറ്റലിന്റെ പരസ്യമാണ്. കോഴിക്കോടിന്റെ ഹൃദയം മുഴുവനായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. വന്നോട് ഓപ്പറേഷൻ ചെയ്യാൻ, ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററും എല്ലാം റെഡിയാണ്. ഹോസ്പിറ്റലുകൾ ധാരാളം വന്നിട്ടുണ്ട്. തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ മൊയിലാരെ കാണിച്ചു നിങ്ങൾ ഹോസ്പിറ്റലിൽ കയറ്റൂല എന്ന് പറയണ്ട, അങ്ങനെ ആരെയും കൊണ്ടുപോകണ്ട എന്ന അഭിപ്രായവും എനിക്കില്ല. മറിച്ച് ഹോസ്പിറ്റലുകൾ ആവശ്യമാണെങ്കിൽ ചികിത്സ തേടണം, വേണ്ടെന്നല്ല. കിട്ടിയതിന്റെ ഫലം എന്താണ് എന്നാ ഞാൻ ചോദിച്ചത്. ഇത്രയും ഹോസ്പിറ്റലുകൾ ഉണ്ടായിട്ട് ഒരു വയസ്സായുസ് അധികരിപ്പിക്കാൻ കഴിഞ്ഞ ഹോസ്പിറ്റലുകൾ എവിടെ? ഡോക്ടർമാരെവിടെ? ചികിത്സാ സംവിധാനങ്ങൾ എവിടെ? സൗകര്യങ്ങൾ എവിടെ? നല്ല എയർ കണ്ടീഷൻ ഉള്ള റൂമുള്ള ഹോസ്പിറ്റലുണ്ട്, ഡിലക്സ് റൂമുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം റെഡിയാണ്. മനുഷ്യന്റെ ആയുസ് അധികരിപ്പിക്കാനുള്ള ചികിത്സ എവിടെ? ഡിലക്സ് റൂമാണോ ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത് വിശാലമായ ഹാൾ ഉണ്ടാകലാണോ? അല്ല. ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതിന്റെ ക്വാളിറ്റിയിലാണ്. മനുഷ്യന്റെ ആയുസ്സിലും ആരോഗ്യത്തിലും ഇടപെടാൻ കഴിയലാണ്. ഇതിന് കഴിയുന്ന ഹോസ്പിറ്റലുകൾ എവിടെ? കിഡ്നി മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടക്കുന്നില്ലേ? ഹൃദയം മാറ്റിവെക്കൽ നടക്കുന്നില്ലേ? എന്തെല്ലാം ചികിത്സ നടക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഞാൻ പറയുന്നു എല്ലാം നടക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അതുകൊണ്ട് ആയുസ് അധികരിച്ചവരെവിടെ? ആ 100 വർഷത്തിലേറെ ജീവിച്ച ആളുകളുടെ എണ്ണം നോക്കിയാൽ നമ്മളെ നാടുകളിൽ വിരലിലെണ്ണാനല്ലാതെ ചിലപ്പോൾ വിരലിലെണ്ണാനും കിട്ടുന്നില്ല. ഞാൻ മദ്രസയിൽ പോയിരുന്ന കാലയളവ് കുറെ കാലം മുമ്പല്ലല്ലോ. മദ്രസയിലും സ്കൂളിലും പഠിച്ചിരുന്ന കാലത്ത് ഒരുപാട് ഉപ്പാപ്പമാരെ കാണാനുണ്ടായിരുന്നു. അന്നത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഇന്ന് ഉപ്പാപ്പമാര് ഉള്ളത് വളരെ കുറവാണ്. കാരണം യൗവനകാലത്തുള്ള മരണം അധികരിച്ചു പോയി. അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ കാരണം ചിലപ്പോൾ അറ്റാക്കാണ്, കാരണം ചിലപ്പോൾ പറയാനുള്ളത് അതേ സ്ട്രോക്കാണ്, കാരണം ചിലപ്പോൾ പറയാനുള്ളത് കിഡ്നി സ്റ്റക്കായതാണ്. കാരണം കിട്ടിയത് കൊണ്ട് കാര്യമില്ലല്ലോ, കാര്യം നേടാനല്ലേ സാധിക്കേണ്ടത്. ആരോഗ്യത്തിൽ ഇടപെടാൻ സാധിച്ചില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ നിയമത്തായിരുന്നു, ഭൗതികമായ ഏറ്റവും വലിയൊരു നിയമത്തായിരുന്നു, അനുഗ്രഹമായിരുന്നു ആരോഗ്യത്തോടുകൂടുള്ള ദീർഘായുസ് ഉണ്ടാവുക. ടെക്നോളജികളും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഹോസ്പിറ്റലുകളും അധികരിച്ചിട്ടുണ്ട്. ആയുസ് ചുരുങ്ങാനല്ലാതെ പറയാനില്ല. ഞാൻ ഇന്ന് ഒരാളോട് സംസാരിച്ചു. എന്തിനെ കുറിച്ചാണ് എന്നറിയോ? ചെറിയ മക്കൾ കൂടുതലും സംസാരിക്കുന്നില്ല. ഇതിന്റെ പേരിൽ ഡോക്ടർ എന്നോട് ആവശ്യപ്പെടുകയാണ്, സിറാജുൽ ഹുദയിൽ നിങ്ങൾ ഇതിനുള്ള സംവിധാനം തുടങ്ങണം. അങ്ങനെ സിറാജുൽ ഹുദയിൽ ഇതിനുള്ള സംവിധാനം തുടങ്ങണം. എന്തിനാണ് എന്നറിയോ? കുട്ടികൾ സംസാരിക്കാത്ത കുട്ടികൾക്ക് സംസാര ശേഷിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന കോഴ്സുകൾ തുടങ്ങണം എന്നാ പറയുന്നത്. എന്താ കാരണം എന്നറിയോ? മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കുന്ന കുട്ടികളുടെ കാരണത്താൽ ടെക്നോളജി പുരോഗമിച്ചു എന്ന് പറയുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ഇതിന്റെ പേരിൽ അള്ളാന്റെ ദീനിനെ 6-ാം നൂറ്റാണ്ടുകാരാക്കുന്ന, അള്ളാന്റെ ദീനിനെ വലിച്ചെറിയണമെന്ന് ചിന്തിക്കുന്ന യുവാക്കള്, യുവതികളെ, പെങ്ങന്മാരെ, ചിന്തിക്കാനാ പറയുന്നത്, ആലോചിക്കാനാ പറയുന്നത്. ആക്ഷേപിക്കാനല്ല, കുറ്റപ്പെടുത്താനല്ല, നിസ്സാരപ്പെടുത്താനല്ല, മറിച്ച് ആലോചിക്കാനാ ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഡോക്ടർ പറയാണ് ഏകദേശ രക്ഷിതാക്കളും ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കുട്ടികളെ കൊണ്ട് വരുന്നത് സംസാര സമയം എത്തിയിട്ടും സംസാരിക്കുന്നില്ല. ഇത് പറയുമ്പോ പല ഉമ്മാർക്കും ഇപ്പൊ തോന്നുന്നുണ്ടാവും, 2.5 വയസ്സായി, 3 വയസ്സായി, 4 വയസ്സായി, സംസാരം ഉമ്മ എന്ന് പോലും വിളിച്ചു തുടങ്ങിയില്ല. വെറുതെ പറയല്ല, സ്വന്തം ഉമ്മാന്ന് വിളിച്ചു തുടങ്ങിയില്ല, ബാപ്പാന്ന് വിളിച്ചു തുടങ്ങിയില്ല. എന്തിന്റെ കാരണത്താലാണ് ആ ഡോക്ടർമാര് പറയുന്നത്? മൊബൈൽ ഫോണിൽ ഹരം പിടിച്ചു പോയപ്പോൾ മനുഷ്യരോട് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു നല്ല മാനസികാവസ്ഥ കുട്ടികൾക്കില്ലാതെ പോയി. കൈകളിലേക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഉമ്മമാരെ വെറുപ്പ് കൊണ്ടാണ് പറയുന്നത് എന്ന് വിചാരിക്കരുത്.
താൽക്കാലികമായി ചിലപ്പോ കുട്ടിയുടെ ശബ്ദമില്ലാതിരിക്കാൻ, തൽക്കാലം കുട്ടിയുടെ കച്ചറയില്ലാതിരിക്കാൻ, കുട്ടിയുടെ ശബ്ദം ഉണ്ടാക്കലില്ലാതിരിക്കാൻ, കരച്ചിലില്ലാതിരിക്കാൻ ഏറ്റവും നല്ല ചികിത്സയാണ് മൊബൈൽ എന്ന് തോന്നും. ആ മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ടാകുന്ന ഭവിഷ്യത്താ പറയുന്നത്. നമ്മളെ മക്കൾ സംസാരശേഷിയില്ലാത്തവരായി പോയാൽ റബ്ബ് നമ്മളെ മക്കളെയും നമ്മളെയും കാത്തി രക്ഷിക്കട്ടെ. ഭയങ്കര ടെക്നോളജിയാണല്ലോ നമ്മളെ ലോകത്ത് കണ്ടുപിടിച്ച ടെക്നോളജിയുടെ രൂപമാണ്. എനിക്കറിയണോ, സ്വന്തം ബാപ്പ മോനിക്ക് മെസ്സേജ് അയക്കാണ്, അപ്പുറത്തെ റൂമിന്ന് നീ എവിടെയാണുള്ളത്? അപ്പൊ ഇപ്പുറത്തെ റൂമിന്ന് ഞാൻ ഇപ്പുറത്തെ റൂമിലുണ്ട്. നമ്മളെ മക്കൾ ഇപ്പുറത്തെ റൂമിന്ന് മറുപടി കൊടുക്കാൻ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് കംഫർട്ട് ഇതാണ്. ഞാൻ വെറുതെ പറയല്ല, കുട്ടികൾക്ക് കംഫർട്ട് ഇതാണ്. ഈ ഇന്നലെ കുറ്റിയാടി സിറാജുൽ മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡോക്ടർ ഒരു ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടു വന്നു. സംസാരിക്കുന്നതിനിടയിൽ ഡോക്ടർ പറയാണ്, കുട്ടികളെ മാറി. എത്രത്തോളം മാറി എന്നറിയോ? ഒരു യൂണിവേഴ്സിറ്റിക്ക് കുട്ടികൾ കത്തെഴുതാണ്. എന്താ കത്തെഴുതിയത് എന്നറിയോ? ഈ ടീച്ചറുടെ മുന്നിൽ ഇരുന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമില്ല, ഞങ്ങൾക്ക് ഓൺലൈനിൽ കേൾക്കലാണ് ഇഷ്ടം, ഇയാളെ മോന്ത കണ്ടാലോ എന്നാ. എന്നിട്ട് യൂണിവേഴ്സിറ്റിക്ക് അങ്ങോട്ട് കത്തെഴുതാണ്, ഞങ്ങൾ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോടോ ചോദിച്ചു പഠിച്ചോളാം, പരീക്ഷ എഴുതാനുള്ള അവസരം തന്നാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെ വരുന്ന പുതിയ തലമുറ അവർക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇഷ്ടമില്ല. ഇത് പറയുമ്പോ പുതിയ തലമുറയിലെ എന്നെ പോലെയുള്ള പുതിയ യുവാക്കൾക്ക് എന്നോട് വെറുപ്പ് പിടിക്കരുത്, മറിച്ച് അതൊക്കെ വേണം തന്നെയാണ് ഞാൻ പറയുന്നത്. മൊബൈൽ ഫോൺ വേണം, ചാറ്റ് ജിപിടി വേണം, സൗകര്യം വേണം. ഇപ്പൊ ഇവിടെ വരുന്നതിനിടയിൽ ചാറ്റ് ജിപിടിയോട് പല കാര്യങ്ങളും ഞാൻ ഇവിടെ വരുന്നതിനിടയിൽ ഓഫീസ് വർക്കുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇല്ല ഞാൻ പറയുന്നില്ല, ചാറ്റ് ജിപിടി ഉപയോഗിച്ച് ഇവിടെ വരുന്നതിനിടയിൽ എന്റെ ഓഫീസ് വർക്കുകൾ പലതും ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കേണ്ട രൂപങ്ങളിൽ നിന്ന് മാറി മനുഷ്യൻ മനുഷ്യത്വത്തിൽ നിന്ന് അകന്നു പോകുന്ന സ്വഭാവമുണ്ടായാൽ മാനുഷികമായി ഉണ്ടാകേണ്ട സ്നേഹബന്ധങ്ങൾ ഇല്ലാതെ പോകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ഭാര്യനോട് മുഖത്ത് നോക്കി സംസാരിക്കുന്നതിനേക്കാൾ ഇഷ്ടമാണ് വാട്സപ്പിൽ സംസാരിക്കാൻ. ഇവിടെയൊന്നും അങ്ങനെയുള്ള കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ രൂപത്തിലേക്ക് ടെക്നോളജി വൽക്കരിച്ച് മനുഷ്യന്റെ ബുദ്ധിയെ കൊണ്ടുപോയി മരവിപ്പിച്ച് കളയുന്ന സ്വഭാവം ഉണ്ടാകരുത്. ഏതോ ഫേസ്ബുക്കുകാരനോ ഇൻസ്റ്റഗ്രാമുകാരനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആളുകൾക്കോ കൊണ്ടുപോയി പണയം വെച്ച് കൊടുക്കേണ്ടതല്ല നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്. മറിച്ച് ആ ജീവിതത്തിനിടയിൽ കാണുന്ന മുഖങ്ങൾക്ക് നൽകേണ്ട പുഞ്ചിരിയുടെ ഒരു സന്തോഷം അത് നിന്റെ സ്മൈലി കൊണ്ട് കിട്ടൂല. വാട്സപ്പിൽ സ്മൈലി ഇട്ടത് കൊണ്ട് ഒരിക്കലും ഒരു മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടാകൂല. ഉണ്ടാവോ? മുഖത്ത് നോക്കിയിട്ട് ഒരാളോട് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ഒരിക്കലും നമ്മളെ ഈ പറയുന്ന വാട്സപ്പിൽ ഒരു സ്മൈൽ ഇട്ട് കൊടുത്തോണ്ടോ അല്ലെ കരയുന്ന ചിഹ്നം എടുത്തോണ്ടോ മനസ്സിലാവൂല. എന്തുകൊണ്ട്? ഇത് അഭിനയിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ അങ്ങനെയാണല്ലോ, കരയുന്ന ചിഹ്നം ഇട്ട് കൊടുക്കും, ഡേറ്റ് വെച്ചിട്ടില്ല എന്നാ അങ്ങനെ കരയുന്ന ചിഹ്നമാണ്. അപ്പൊ ഇത് കാണുമ്പോ മൊയിലേർക്ക് തോന്നുമല്ലോ, എന്ത് കരച്ചലാ പഠിച്ചോനെ, ഡേറ്റ് അങ്ങ് കൊടുത്തേക്കാന്ന് തോന്നുമല്ലോ. ഇങ്ങനെയാണോ? അതിലൊന്നും മനുഷ്യൻ ഒരിക്കലും വിശ്വാസമില്ലാത്ത ലോകത്തായി ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൊണ്ട് അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഉപയോഗം കൊണ്ട് മനുഷ്യൻ നേടിയെടുത്തു എന്ന് പറയുന്നത് എന്ത് നേട്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ടെൻഷനുള്ള ഒരു വിഭാഗത്തെ വളർത്തിയെടുത്തു എന്നതിന്റെ അപ്പുറത്ത് ഒരുപാട് മാനുഷികമായ ജീവിതങ്ങളിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി എന്നുള്ളതാണ് സത്യം. ഇതുകൊണ്ട് എനിക്ക് മൊബൈൽ ഫോൺ വേണ്ട, ചാറ്റ് ജിപിടി വേണ്ട, മൊയിലേറെ നിങ്ങൾ ഐപാഡ് എടുത്തിട്ടല്ലേ വേല പറയാൻ വന്ന ഐപാഡും വേണ്ട, പണ്ടത്തെ ഉസ്താദ്മാർ കൊണ്ടുവന്ന കിതാബ് കൊണ്ടുവന്നാൽ മതി എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒക്കെ വേണം, എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തണം. പക്ഷേ അതൊന്നും നമ്മൾ പരിധി കടന്നു പോകുന്നവരാകരുത്. മനുഷ്യനുണ്ടാകേണ്ട പരസ്പര സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കാൻ വാട്സപ്പുകൾ ഉപയോഗപ്പെടുത്താം. പക്ഷെ അതൊരിക്കലും മാനുഷികമായി ഉണ്ടാകേണ്ട നേരിട്ടുണ്ടാകുന്ന സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന സന്തോഷവും സുഖവും ഒരിക്കലും നേടിയെടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു സിറാജുൽ ഹുദയിലെ ടീച്ചേഴ്സിന് വേണ്ടി ഒരു ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞു, ചൈനയിലെ ലാസ്റ്റ് ഉണ്ടായിരുന്ന കണ്ടന്റ് ഫെയറിന് പോയപ്പോ അവിടെ നിന്ന് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് റോബോട്ട് ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ടതുപോലെ ക്ലാസ് ശരിയായില്ലെങ്കിൽ ഞാൻ റോബോട്ടിനെ വാങ്ങിക്കൊണ്ടുവരും. തമാശ പറഞ്ഞാൽ ഒരിക്കലും ഒരു റോബോട്ടിനും യാഥാർത്ഥ്യത്തിൽ സത്യം പറഞ്ഞാൽ മാനുഷികമായി ലഭിക്കുന്ന ഒരു സന്തോഷത്തെ നൽകാൻ കഴിയില്ല. കുട്ടികൾക്ക് ചിലപ്പോൾ റോബോട്ട് പുതുതായി കാണുമ്പോൾ ഒരു അതിശയോക്തിയും ഒരു സന്തോഷവും ഒരു പുതുമയൊക്കെ ഉണ്ടാവും. അത് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അതേ സ്ഥാനത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന യാഥാർത്ഥ്യത്തിന്റെ സുഖം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അനുഭവിച്ച് അതിനുവേണ്ടി ഉണ്ടാകുന്ന പ്രതികരണത്തിൽ ഉണ്ടാകുന്ന സുഖം ഒരു ചാറ്റ് ജിപിടിക്ക് കൊണ്ടുവരാൻ കഴിയൂല. ഇപ്പൊ ചിലപ്പോ ഭാര്യനെ ചാറ്റ് ജിപിടിയാക്കാം, അല്ല ഭാര്യനെ റോബോട്ടാക്കാം, ഭർത്താവിന് വേണോ റോബോട്ടിനെ വാങ്ങാം എന്നൊക്കെ പറയുന്നവരുണ്ടാകാം. ഒക്കെ മെഷീനുകളിലൂടെ ഉണ്ടാകുന്ന സുഖങ്ങൾക്ക് ഒരിക്കലും ഒരു യാഥാർത്ഥ്യത്തിൽ ഉണ്ടാകുന്ന മനുഷ്യനിൽ നിന്നുള്ള സന്തോഷമോ സുഖമോ എത്തിക്കാൻ സാധിക്കില്ല. ഇരിക്കട്ടെ, ഇടയ്ക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം എന്റെ വിഷയതല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചു എന്ന് പറയുമ്പോ
ഈ പുരോഗതിയുടെ പേരിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളെ 6-ാം നൂറ്റാണ്ടിലെ ആശയങ്ങളാണ് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ പറയേണ്ട കാര്യങ്ങളല്ല എന്ന് പറയുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. അത്തരക്കാരോടാണ് ഞാൻ ചിന്തിക്കാൻ പറയുന്നത്. മനുഷ്യൻ ഇത്തരം വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ മനുഷ്യൻ നേടിയെടുത്ത നേട്ടം എവിടെയാണ് എന്നാണ് എനിക്കറിയേണ്ടത്. അതിലേറെ എന്തെല്ലാം മാറ്റമുണ്ടായി, എന്തെല്ലാം കോലാഹലങ്ങൾ, എന്തെല്ലാം രൂപത്തിലുള്ള മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ ലോകത്ത് സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചതിന്റെ ഏറ്റവും മുഖ്യമായ ഘടകത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. മനുഷ്യന്റെ ആരോഗ്യവും ആയുസ്സും ഏറ്റവും മുഖ്യ ഘടകമാണ്. ഇതിലെന്ത് സംഭവിച്ചു എന്നാ പറയാനുള്ളത്? എന്ത് സമ്പാദിച്ചു എന്നാ പറയാനുള്ളത്? കിഡ്നി മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ ഉണ്ടായിട്ട് പോലും 200 വർഷം ജീവിച്ച ഒരൊറ്റ മനുഷ്യനെ കാണാനില്ല. മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം 900 കൊല്ലം ഇസ്ലാമിക ദഅവത്ത് നടത്തി എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ചതിന്റെ 10-1 പോലും ജീവിക്കുന്ന ആളുകളെ ഇന്ന് എണ്ണി തീർക്കാൻ നമ്മൾ കേരളത്തിൽ തന്നെ ചിലപ്പം വിരലിലുണ്ടാകുന്ന ആളുകളെ ഉണ്ടാവുകയുള്ളൂ. അത്രയായി ചുരുങ്ങിപ്പോയി. ആയുസ് ചുരുങ്ങി എന്നതിന്റെ അപ്പുറത്ത് ഹോസ്പിറ്റലുകൾ കൊണ്ട് കിട്ടിയ ഫലം എന്താണ്? അതുകൊണ്ട് ചികിത്സിക്കണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇനി ഏതെങ്കിലും പ്രായം ചെന്ന ഉപ്പാപ്പന്മാര് ഡോക്ടറെ അടുത്ത് പോകുമ്പോ ഇന്നലെ പേരോട് സാറിന്റെ മകൻ പറഞ്ഞിട്ട് ഹോസ്പിറ്റലുണ്ട്, ഒരു ഫലമില്ല, അവിടെ ഞാൻ വരൂല എന്നൊന്നും പറയരുത്. മറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. മനുഷ്യൻ നേടിയെടുത്ത സംവിധാനങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ നിഅമത്ത് പോലും മനുഷ്യനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട്, പെങ്ങന്മാരോട്, പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരോട് പറയുന്നു, ഒരിക്കലും ഭൗതികമായ ഉന്നമനങ്ങൾ നമ്മുടെ ആഖിറത്തെ നശിപ്പിച്ചു കളയുന്നതാകരുത്, നമ്മുടെ പാരത്രിക ലോകത്തെ നശിപ്പിച്ചു കളയുന്നതാകരുത്. ഏതോ നിരീശ്വരവാദി ചിലപ്പോൾ ഫേസ്ബുക്കിൽ എഴുതി വിട്ടിട്ടുണ്ടാകാം, ഇൻസ്റ്റഗ്രാമിൽ എഴുതി വിട്ടിട്ടുണ്ടാകാം, ആണും പെണ്ണും കലരാൻ പറ്റാത്ത ലോകം, ഈ പറയുന്ന മുസ്ലിം ലോകമൊക്കെ ഇപ്പോഴും ജീവിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലാണ് എന്ന് പറയുന്നവരുണ്ടാകാം. അവരോട് പറയാൻ തന്റെ പൂർവ്വം ഈമാനുള്ള ഒരു മുഅ്മിന് സാധിക്കണം. എന്തിനു സാധിക്കണം? ഞങ്ങൾ 6-ാം നൂറ്റാണ്ടുകാര് തന്നെയാണ് എന്ന് പറയാൻ സാധിക്കണം. കാരണം 6-ാം നൂറ്റാണ്ടുകാരനാകുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ബഹുമാനം വേറെന്താണ്? നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലയളവ്, സഹാബത്ത് ജീവിച്ച കാലയളവ്, അതിനേക്കാളും വലിയ ബഹുമാനമുള്ള കാലയളവ് ഇവിടെ വേറെ ഏത് കഴിഞ്ഞു പോയി? ഇവിടെ അതിനേക്കാൾ ബഹുമതിയുള്ള ഒരു ലോകം ഇവിടെ ഏത് കാലത്ത് കഴിഞ്ഞു പോയി? ഇനി ഏത് ലോകത്ത് വരാനുണ്ട്? ഇല്ല, ഇനി സ്വർഗത്തിലല്ലാതെ അങ്ങനെ ഒരു വഴിയൊരുക്കാനില്ല. അങ്ങനെയുള്ള കാലത്ത് ജീവിക്കേണ്ടവരായിരുന്നു എന്ന് ഒരു ഈമാനുള്ള ഉമ്മനെ കുറിച്ച്, ഒരു ഈമാനുള്ള പെങ്ങളെ കുറിച്ച്, ഒരു ഈമാനുള്ള ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ആ നബിതങ്ങളുടെ കാലത്ത് ജീവിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആണ് തന്നത് എന്ന് വിശ്വസിക്കാനാ സാധിക്കേണ്ടത്. മറിച്ച് 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളാണെന്ന് പറയുമ്പോഴേക്ക് ബേജാറായി, ഞാൻ തന്തയായി പോയൊന്നും ആരും ബേജാറാകണ്ടില്ല. കുട്ടികൾ ചിലപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി താന്ത വൈബ് എന്നൊക്കെ പറയൂ. അപ്പൊ തിരിച്ചും പറയണം, അവർക്ക് മാത്രമേ ഇതൊക്കെ പറയാൻ അറിയൂ, അവർക്ക് മാത്രമേ വിളിക്കാനും പറയാനും അറിയൂ. നമുക്ക് തിരിച്ച് വൈബുകളെ കുറിച്ച് എന്താ നമുക്ക് സംസാരിച്ചൂടെ? ഏറ്റവും ബഹുമാനമുള്ള വൈബാണ് 6-ാം നൂറ്റാണ്ടിലെ വൈബ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജീവിച്ച കാലയളവ്, സഹാബത്തിന്റെ സന്തോഷം എത്രയായിരുന്നു. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇരിക്കുന്നത് ആരുടെ അടുത്താണെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത്. ആരാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന മണൽത്തരിയിൽ വലിച്ചേച്ച് വെച്ച് കൊണ്ടുപോകുമ്പോ ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് മോചനം നൽകാൻ ആവശ്യമായ സൗകര്യവും പണവും ചെലവഴിച്ച ആളാണ് സയ്യിദുനാ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തൊട്ടടുത്തിരിക്കുന്നത് ആരാണ്? നേരം പുറത്തിരിക്കുന്നത് ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞുപോയി, ഞാൻ എത്രത്തോളം ജനങ്ങൾക്കിടയിൽ അതാ താഴ്ന്ന വർഗത്തിൽ ജനിച്ചവനാണ്, കറുത്തവനാണ്, നിറം കൊണ്ട് പറയാൻ ബഹുമതിയില്ല, പണം കൊണ്ട് പറയാനുള്ള ബഹുമതിയില്ല, അധികാരം കൊണ്ട് പറയാനുള്ള ബഹുമതിയില്ല. എന്നിട്ടും ബിലാലിന്റെ സീറ്റ് എവിടെയോ? ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ പ്രവാചകന്റെ ചാരത്താണല്ലോ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ്. അവരുടെ മനസ്സിനൊരു ക്ലേശവും തോന്നിയില്ല, ഒരു പ്രയാസവും തോന്നിയില്ല. കാരണം നിറം നോക്കിയിട്ട് സ്നേഹിച്ചവരല്ലവർ, അതുപോലെ പണം നോക്കി സ്നേഹിച്ചവരല്ലവർ, ദുനിയാവ് നോക്കി സ്നേഹിച്ചവരല്ലവർ. മറിച്ചോ ഹൃദയത്തിന്റെ ഉള്ളിൽ ആത്മീയത നിറഞ്ഞു നിൽക്കുന്നവർക്ക്, ആത്മീയമായ ലോകത്ത് വില കൽപ്പിക്കുന്നവർക്ക് വില കൽപ്പിച്ച ലോകമാണല്ലോ സഹാബത്തിന്റെ കാലമെന്ന് പറയുന്നത്. ആ കാലയളവിൽ ജീവിക്കാൻ
എനിക്ക് സാധിച്ചില്ലെങ്കിലും എന്റെ കൂടെ ജീവിക്കുന്ന ആളുകൾ പറയുന്നുണ്ടല്ലോ, 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവന് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് തന്നെ. പ്രശ്നം പരിഹരിച്ചല്ലോ. ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് തോന്നുകയാണ് 6-ാം നൂറ്റാണ്ടുകാരനാണ്, ഓൾഡ് ജനറേഷനാണ്, തന്ത വൈബാണെന്നൊക്കെ പറയുമ്പോഴേക്ക് അവർക്ക് തോന്നുകയാണ് നമ്മളെന്തോ വയസ്സനായി പോയോ, അവനൊരു മോശക്കാരനായി പോയോ. ഇല്ലാന്നാ ഞാൻ പറയുന്നത്. ഏതോ നിരീശ്വരവാദി പറയുമ്പോ കൊലിച്ചു പോകുന്ന ഈമാനായി പോകരുത് നമ്മുടെ ഈമാൻ. മറിച്ച് അത്തരം ഇടങ്ങളിൽ പിടിച്ചു നിൽക്കാനാ ഞാൻ പറയുന്നത്. സഹാബത്തിന്റെ കാലത്ത് ജീവിക്കാണെന്നാ നമ്മളെ കുറിച്ച് പറഞ്ഞത്. ഏറ്റവും ബഹുമതിയുള്ള കാലയളവായിരുന്നു ആ കാലയളവ് എന്ന് പറയുന്നത്. മഹാന്മാരായ ബദരീകൾ ജീവിച്ച കാലയളവ് എത്ര ബഹുമതിയുള്ള കാലയളവാണ്. ഈ നിലക്കാണ് അത്തരം വാക്കുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ അറിവില്ലാത്ത ആളുകൾ സോഷ്യൽ മീഡിയയിൽ പലതും പറയും. എന്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ കാണാനിടെ. എന്താ പ്രസംഗത്തിലുള്ളത് ഇതറിയോ? സ്വന്തം ചേട്ടന്റെ ഭാര്യനെ തൊടാൻ പാടില്ല, സ്വന്തം ചേട്ടന്റെ ഭാര്യനെ നോക്കാൻ പാടില്ല, സ്വന്തം അനുജന്റെ ഭാര്യനെ തൊടാൻ പാടില്ല, പിന്നെ അല്ലേ ബൈക്ക് കയറ്റല്, കാറിൽ കയറ്റി ഒറ്റക്ക് പോകല്, ഇതൊന്നും പറ്റൂല എന്ന് അള്ളാന്റെ ദീനിന്റെ നിയമം പറഞ്ഞു. ഒരാ സ്വന്തം ഉമ്മാന്റെ അനുജത്തിയുടെ മകളെ തൊടാൻ പാടില്ല, എളാപ്പയുടെ മകളെ തൊടാൻ പാടില്ല, മൂത്താപ്പയുടെ മകളെ തൊടാൻ പാടില്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമമാണ്, ശറഈന്റെ നിയമമാണ്. ഇതൊക്കെ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കണം ആഗ്രഹിച്ചാൽ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നതാണ്. അഫ്ളലാണോ അല്ലേ അത് മറ്റൊരു ചർച്ചയാണ്. ഒരാൾക്ക് ബാപ്പന്റെ ചേട്ടന്റെ മകളെ വിവാഹം കഴിക്കണോ, അവർക്ക് വിവാഹം കഴിക്കാം, വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാം. മഹ്റമല്ലാത്ത എല്ലാ അത്തരം ആളുകളെയും വിവാഹത്തിന് പറ്റും എന്ന് പറയുന്ന ആളുകളെ തൊടാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വൈവാഹിക ബന്ധം ഹലാലാണോ, അവരെ തൊടാനോ നോക്കാനോ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇത് പറഞ്ഞപ്പോൾ മുസ്ലിം നാമധാരികളുടെ പേരിൽ ഒരുപാട് ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് നിരീശ്വരവാദികൾ അതിനിടയിൽ കമന്റ് അടിക്കുകയാണ്. അതിനിടയിൽ ഒറ്റപ്പെട്ട ചില മുസ്ലിം നാമധാരികൾ തന്നെയും ഇതെന്തൊരു കടുപ്പുള്ള മലാണ്, എന്തിനാണ് ഇങ്ങനെ ബേജാറാകേണ്ട ആവശ്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടോ എന്ന് ഭയപ്പെടേണ്ട ഒരു കാലയളവാണ്. ഇപ്പൊ ചില ആളുകളുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിന് കുടുംബം എന്ന് പേരിട്ടാ പിന്നെ എല്ലാം ജായിസാണ്. എങ്ങനെ കുടുംബം എന്ന് പേരിട്ടാ പിന്നെ ഒക്കെ ജായിസായി. യാതുമില്ല. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാര്, എന്തിന്റെ പേരിലാണെങ്കിലും കുടുംബം എന്ന് പേരിട്ടിട്ട് അന്യപുരുഷനും അന്യ സ്ത്രീയും പരസ്പരം ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് എടുക്കാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചാറ്റിങ്ങിലേക്ക് എത്തിക്കാനോ അന്യപെണ്ണിന്റെ നമ്പറുകൾ ഷെയർ ചെയ്യപ്പെട്ടിട്ട് അതിന്റെ പേരിൽ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കാനോ സാധ്യത ഉള്ളതാണോ? കുടുംബം എന്ന് പേരിട്ടത് കൊണ്ട് ജായിസാകൂല. അന്യപുരുഷനാണോ ഹറാമാണ്. മൊയ്ലിയാരെ ഇന്നപ്പോ അതേ സ്വലാത്ത് കുടുംബത്തിന്റെ വാട്സപ്പിൽ നിന്നാണ് അയാളെ നമ്പർ കിട്ടിയത്. അതുകൊണ്ട് അവൻ അതേ ഒരിക്കലും കാണാനും തൊടാനും പറ്റുന്നവനാകൂല. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കാൻ പറ്റുന്നതാകൂല. അതുകൊണ്ട് ഞാൻ എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരോട് പറയുന്നത്, കുടുംബം എന്ന് പേരിട്ടത് കൊണ്ട് ജായിസാകൂന്ന് വിചാരിക്കരുത്. കേരളത്തിലൊരു സംഘടന ഉണ്ട്, ആ സംഘടനയുടെ പേര് അമ്മ എന്നാണ്. പിന്നെ അതിൽ രജിസ്ട്രേഷൻ എടുക്കുക എന്നാ അമ്മേന്റെ മക്കളാവുമല്ലോ എല്ലാവരും അല്ലേ? അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട്, അതിന്റെ കീഴിൽ എല്ലാവരും മെമ്പറാകുക, അമ്മേന്റെ മക്കളായല്ലോ, പിന്നെ എല്ലാവരെയും കാണാം, എല്ലാവരെയും തൊടാം. ഇങ്ങനെയാണോ? ഇങ്ങനെയൊന്നും ഇസ്ലാമിലില്ല കേട്ടോ. ഇസ്ലാം എന്ന് പറയുന്നത് ഇത് പരിശുദ്ധമായ മതമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുണ്ടാക്കിയ മതമാണ്. അവന്റെ നിയമ സംഹിതകളാണ്. മനുഷ്യന്റെ ശാരീരിക പ്രകൃതിയെ കുറിച്ച് അറിയുന്ന റബ്ബ്. അമ്മ എന്ന് പേരിട്ടത് കൊണ്ട് ശരിയാകൂല എന്നറിയാം. അതുകൊണ്ടാണ് അമ്മയുള്ള മെമ്പർമാര് തമ്മിൽ പരസ്പരം അവൻ എന്നെ തൊട്ടുകളഞ്ഞു, അവൻ ഇങ്ങനെ തോണ്ടിക്കളഞ്ഞു, അവൻ ഇങ്ങനെ തീണ്ടിക്കളഞ്ഞു, പരസ്പരം വാട്സപ്പിലും അല്ലാതെയും പത്രങ്ങളിലും മാധ്യമങ്ങളിലും പറയുന്നതിന് മടിയില്ലാത്ത നിലക്ക് സമൂഹത്തിനിടയിൽ വൈചാരപ്പെട്ടു പോയി. അമ്മ എന്ന് പേരിട്ടത് കൊണ്ട് കൂട്ടത്തിലുള്ള എല്ലാരും മക്കളാകൂല. അത് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഉപ്പാന്റെ ചേട്ടന്റെ മകളായ തൊടാനുള്ള മെമ്പർഷിപ്പാണ് എന്ന് വിചാരിക്കരുത്. അവരെ തൊടാനും അവരോട് ആവശ്യമില്ലാത്തവരിലേക്ക് നോക്കാനൊക്കെ പറ്റൂ എന്ന് വിചാരിക്കരുത്. അത്തരം ചിന്താഗതികൾ കൈയൊഴിക്കേണ്ടതാണ്. സ്വന്തം ചേട്ടന്റെ ഭാര്യ നോക്കാൻ പാടില്ല, ഇതെന്ത് ഇസ്ലാമാ? അങ്ങനെ ഒരു വീട്ടിൽ ജീവിക്കുന്ന നമുക്ക് അങ്ങനെ ജീവിക്കാനൊക്കെ പറ്റും? അങ്ങനെ എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട് ഇവിടെ? എത്ര ആലിമീങ്ങൾ, എത്ര സാദാത്തുക്കൾ ജീവിക്കുന്നുണ്ട്? വീട്ടിലുണ്ടെങ്കിൽ അവരെ നോക്കിയേ പറ്റൂ എന്ന് ആരാ പറഞ്ഞത്? വീട്ടിലുണ്ടെങ്കിൽ അവരെ നോക്കിയേ പറ്റൂ എന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ അന്വേഷിച്ചൊക്കെ എത്ര ആലിമീങ്ങളുടെ വീടുകളിൽ അവരുടെ അതേ ചേട്ടന്റെ ഭാര്യനെ അനുജന്റെ ഭാര്യനെ നോക്കാതെ കാണാതെ ജീവിക്കുന്ന എത്ര വീടുകളുണ്ട്? അവരാവശ്യമില്ലാതെ തൊടാനോ സംസാരിക്കാനോ അവർ പോകാറില്ല. അങ്ങനെ എത്ര വീടുകളിൽ ജീവിക്കുന്നുണ്ട്?
എന്തിനു വേണം ചേട്ടന്റെ ഭാര്യയായിട്ട് സംസാരിക്കേണ്ട ആവശ്യത്തിന് എന്തോ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എന്തോ ചെയ്യുന്നതോ അല്ല പറയുന്നത്. അതേ സ്ഥാനത്ത് ആവശ്യമില്ലാത്തതിലേക്ക് എത്തിച്ചേരുന്നതിനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇത്തരം നിയമസംഹിതകളെ കടുപ്പത്തിൽ പഠിപ്പിച്ചത്. മരണത്തിന് സമാനാണ് എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഏട്ടന്റെ അനുജന്റെ ഭാര്യമാരുമായിട്ട് അങ്ങനെ കണക്ഷൻ ആവശ്യമില്ലാത്ത സംസാരം ഉണ്ടാകുന്നതും അവരുമായി ഒറ്റപ്പെടുന്നതും മരണത്തിന് സമാനാണ്. എന്താ കാരണം? ആ ഒറ്റപ്പെടുന്നതിന്റെ കാരണം ചിലപ്പോൾ ഹറാമുകളിലേക്ക് എത്തിക്കാൻ എളുപ്പവഴി അവരിലൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്ലാം വളരെ കടുപ്പത്തോടു കൂടെയാണ് പറയുന്നത്. ഇസ്ലാമിന് ഇതുകൊണ്ടൊന്നും നെട്ടം വരാൻ പോകുന്നില്ല. ഏതോ ഒരു ജേട്ടന്റെ ഭാര്യന്റെ കൂടെ അല്ലെങ്കിൽ അഞ്ചന്റെ ഭാര്യന്റെ കൂടെ ഏതോ ട്രിപ്പ് അടിച്ചത് കൊണ്ട് ഇസ്ലാമിന് ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല. മറിച്ച് വരാൻ പോകുന്നത് ആർക്കാണ്? മനുഷ്യന്റെ ചാരിത്രശുദ്ധിക്കാണ്. ആ ചാരിത്രശുദ്ധിയിലേക്ക് ഇബ്ലീസ് ഇടപെടാതിരിക്കാനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇത്തരം വിഷയങ്ങളിൽ വളരെ ഗൗരവത്തോടുകൂടെ നിയമം പഠിപ്പിച്ചത്. അപ്പോഴേക്ക് ചിലർക്ക് തോന്നുകയാണ് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പറയേണ്ടതാണ്. ഏത് കാലത്ത് പറയേണ്ടത്? ഇന്നത്തെ കാലത്തിന് എന്താ പ്രത്യേകത? 4 മൊബൈൽ ഫോൺ വരുമ്പോഴേക്ക് അള്ളാന്റെ ദീനൊക്കെ വലിച്ചെറിയലാണോ? അള്ളാന്റെ ഖുർആൻ വലിച്ചെറിയലാണോ? അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ വലിച്ചെറിയലാണോ? ഏതെങ്കിലും പുതിയ ലോകത്ത് എന്തെങ്കിലും ടെക്നോളജി പുരോഗമിക്കുമ്പോഴേക്ക് അള്ളാന്റെ ദീനിന്റെ നിയമങ്ങളൊക്കെ അട്ടിമറിക്കണം. എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? മൊബൈൽ ഫോണും ടെക്നോളജിയും അള്ളാന്റെ ദീനും തമ്മിൽ എന്ത് ബന്ധാണ്? ആരാണ് ഇത്തരം ആശയങ്ങൾ പഠിപ്പിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ആഘോഷിക്കാൻ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ മുൻഗാമികളായ ഉപ്പമാർ ഉമ്മമാർ അവരൊക്കെ പെരുന്നാളിന്റെ ദിവസം ആഘോഷിച്ചിരുന്നു. റബീഉൽ അവ്വലിന്റെ ദിവസം ആഘോഷിച്ചിരുന്നു. ആഘോഷങ്ങൾ നല്ലതാണ്, നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി അല്ലാഹു തന്നതാണ്. അത്തരം ദിവസങ്ങൾ ആഘോഷിക്കുക തന്നെ വേണം. അതേ സ്ഥാനത്ത് ഇല്ലാത്ത ആഘോഷങ്ങളുടെ പേരുകൾ നിർമ്മിച്ച് അതിന്റെ പേരിൽ ഏതോ ഒരു അന്യപെണ്ണിന്റെ കൂടെ ഡാൻസ് ചെയ്യുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. നിങ്ങൾ ആഘോഷിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതേ സ്ഥാനത്ത് അത് ഡാൻസ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതോ ഒരു അന്യപെണ്ണുമായി കലരാനോ അന്യപെണ്ണുമായി തുള്ളാനോ അവരുമായി ഒന്നിച്ച് ഡാൻസ് ചെയ്യാനോ നിങ്ങളുടെ ഇത്തരം ആഘോഷങ്ങളുടെ വേളകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഹറാമിന്റെ വഴിയിലേക്ക് കടക്കുന്ന ഇത്തരം ആഘോഷങ്ങളെ അനുവദിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ അനുവാദം വേണോ? ഞാൻ പറയുന്നത് അള്ളാന്റെ ദീനിൽ അനുവദിക്കാൻ നിർവാഹമില്ല എന്നാണ്. ഏതോ സോഷ്യൽ മീഡിയയിൽ വയത് കേൾക്കുന്ന നിരീശ്വരവാദികളോട് അവരോട് പിന്നെ വേറെ പറയാനുണ്ട്. അവർ ഇതിന്റെ അടിയിലൊന്നും വന്ന് കമന്റ് അടിക്കേണ്ടതില്ല. അവരോട് പറയാനുള്ള വയത് വേറെയാണ്. അവർ ഇതിലൊക്കെ വരുന്നതിന്റെ മുമ്പ് ഒരുപാട് മാറേണ്ടതുണ്ട്. അവരൊരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇത് അല്ലാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളോട് പറയുന്ന വയലാണ്, അവരോടുള്ള ഉപദേശമാണ്. അതിൽ പറയുന്ന വാക്കുകളുടെ ക്ലിപ്പെടുത്തിയിട്ട് ഇതൊന്നും ഇന്നത്തെ കാലത്ത് പറയേണ്ടതല്ല എന്ന് തീരുമാനിക്കേണ്ടത് നിരീശ്വരവാദികളല്ല, നിർമ്മലവാദികളല്ല, ഫെമിനിസ്റ്റുകളല്ല. അവരോട് പറയാനുള്ളത് വേറെ പറയാ. ഇത് ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയാനുള്ള വയലാണ്. അതിന്റെ അടിയിൽ വന്നിട്ട് അത്തരക്കാരുടെ കമന്റ് കണ്ടിട്ടോ വയല് കേൾക്കുന്ന പെങ്ങന്മാരെ ഇതൊക്കെ പഴയ കാലത്ത് പറയേണ്ടതാണ്, ഇന്നത്തെ കാലത്ത് പറയേണ്ടതല്ല എന്നുള്ള തോന്നലുണ്ടോ? എന്നാ ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആരോഗ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? ആയുസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പെർമിഷൻ തരാം. ഈ തോന്നിവാസം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ ദീനിനെതിരെ ഇത്തരം വാക്കുകൾ ചിന്തിക്കുമ്പോ പറയുമ്പോ അള്ള ലോകത്ത് നിങ്ങൾ തിരിച്ചു വിളിച്ച് റൂഹും കൊണ്ടങ്ങ് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം പോയി കഴിഞ്ഞ് പിന്നെ വിരല് കടിച്ചത് കൊണ്ട് കാര്യം ഉണ്ടാകൂല, പിന്നെ സങ്കടം പറഞ്ഞത് കൊണ്ട് കാര്യം ഉണ്ടാകൂല. അതുകൊണ്ട് ഞാൻ എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരോട് പറയുന്നു, എന്റെ വയത് കേൾക്കുന്ന പെങ്ങന്മാരോട് പറയുന്നു, അതേ നമ്മളോട് പറയുന്ന ആശയങ്ങളെങ്ങാനും ഒരു ചിന്തയുള്ള ബഹായിമിനോട് മൃഗത്തോട് പറഞ്ഞിരുന്നെങ്കിൽ അവര് വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല എന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. മനുഷ്യന് നൽകപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവനിക്ക് നൽകപ്പെട്ട മരണത്തെക്കുറിച്ചുള്ള ബോധവും എങ്ങാനും അതേ ഏതെങ്കിലും മൃഗങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ അവര് ഭക്ഷണം കഴിച്ച് കൊഴുക്കുമായിരുന്നില്ല എന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാര്, വയല് കേൾക്കുന്ന ഉപ്പമാര്, എത്ര തന്നെ നമ്മൾ നേടിയെന്നുള്ള തോന്നൽ വന്നാലും നമ്മളൊന്നും നേടിയിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കണേ. നേടിയതൊന്നും നമ്മളെ മരണത്തിനെ തടയാനുള്ളതല്ല, ആരോഗ്യത്തിനെ പിടിച്ചെടുക്കാനുള്ളതല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു മാസം മുമ്പ് കാസർഗോഡ് ജില്ലയിൽ തന്നെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പഴയ കാലത്തുള്ള ഉപ്പാപ്പാർക്കുണ്ടായിരുന്ന ആരോഗ്യം ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടോ? ഉണ്ടോ? പഴയ കാലത്തുള്ള ഉപ്പാപ്പമാർക്കുള്ള ആരോഗ്യം ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടോ? തൊട്ട വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരണമെങ്കിൽ സൈക്കിളില്ല നമ്മളെ കുട്ടികൾ വരൂല.
ഞാനത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല. സൈക്കിൾ ഉപയോഗിച്ചിട്ട് വള്ളി പോകുന്നത് തെറ്റാണ്, ഞങ്ങൾ തീരെ പോകുന്നില്ല എന്നൊന്നും ആരും തീരുമാനിക്കരുത്. ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാം. തൊട്ടടുത്തുള്ള അങ്ങാടിയിലേക്ക് നടന്നിട്ട് ഞാൻ പോകില്ല, ബാക്കിയുള്ളത് പിന്നെ പറയാം. ഞാനും പോകില്ല, നിങ്ങളും പോകില്ല, ഇപ്പൊ ഉപ്പാപ്പാരും പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഒന്നിരിക്കെ ഡെലിവറി സംവിധാനം ഉപയോഗപ്പെടുത്തും, അല്ലെങ്കിലോ ബൈക്ക് എടുത്തിട്ട് പോകും. ഇങ്ങനെയല്ലേ എല്ലാവരുടെയും ജീവിതം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ടോ ഒരു സംഗതിക്ക് നമുക്ക് സമയമില്ല. അതേ സ്ഥാനത്ത് ഇപ്പൊ ചില ചെറുപ്പക്കാർ ജിമ്മിന് പോകണം. ജിമ്മ് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ലേ, അങ്ങനെയൊന്നും ആരും വ്യാഖ്യാനിക്കരുത്. ഇയാൾ പഠിച്ചോണ്ട് ഇതെന്ത് മൂല്യാര, ഇയാൾ 6-ാം നൂറ്റാണ്ടിൽ അതിന്റെ മുമ്പ് ജീവിക്കേണ്ടിയാണ് എന്നൊന്നും ആരും പറയാൻ പോകണ്ട. ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ജിമ്മിന് പോകാം, ആരോഗ്യം സംരക്ഷിക്കാം, ഒക്കെ നല്ല തന്നെയാണ്. ജിമ്മിൽ പോയിട്ട് അപ്പൊ ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തടിയങ്ങ് ശരിയാക്കി കളയാന്ന് വിചാരിച്ചുള്ള ലോഡ് തീർത്ത് ഹാർട്ട് അറ്റാക്ക് വന്നാല് പിന്നെ അതിന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകൂല. അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അതിന്റെ ട്രെയിനിങ്ങോട് കൂടെ ചെയ്യണം. അതേ സ്ഥാനത്ത് ജിമ്മിന് പോകുന്ന ആളുകൾ എന്തായി നേടിയെടുക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എൻ്റെ വാപ്പ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം 18-20 കിലോമീറ്റർ അപ്പുറത്ത് സ്വന്തം ഉപ്പാപ്പയുടെ പെങ്ങളെ കാണാൻ വേണ്ടി ഉപ്പാപ്പ നടന്നു പോകുമായിരുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പലതും ഉണ്ടാവും. ഇപ്പൊ ഞാൻ എൻ്റെ വാപ്പന്റെ അടുത്ത് ഞാൻ കേട്ടൊരു അനുഭവം പറയാണ്. നിങ്ങൾക്ക് അതിനേക്കാളും വലിയ 200 കിലോമീറ്ററോ 100 കിലോമീറ്റർ കാണുന്ന ചിലപ്പോൾ കഥ പറയാനുണ്ടാകാം. ഇല്ല ഒന്നും ഞാൻ പറയുന്നില്ല. ഹജ്ജിന് നടന്നു പോയ ആളുകൾ ഉണ്ടായിരുന്നു. അത് വലിയ അത്ഭുതം പറയാനില്ലല്ലോ. പഴയ കാലത്ത് ഹജ്ജിന് നടന്നു പോയ മഹാന്മാരുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് കേട്ടിട്ട് ഇനി ആരും നടക്കാനൊന്നും നിൽക്കേണ്ട, അതിനുള്ള സംവിധാനമൊക്കെ എന്തുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലയളവ് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ആരോഗ്യം സംരക്ഷിച്ചത് എങ്ങനെ? അവരാരും മെഷീന്റെ മേലെ കയറി ഓടിയിട്ടൊന്നുമല്ല. അവരെന്തിനാണ് ഇത്രയും 18-20 കിലോമീറ്റർ നടന്നത് എന്നറിയോ? സ്വന്തം പെങ്ങളെ കാണാനാ. ആ ഒരു പോക്കിന് അവരുടെ ദീർഘായുസ് അധികരിക്കുമായിരുന്നു. കാരണം കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് ദീർഘായുസ് അധികരിക്കാനുള്ള കാരണമാണ് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ രാവിലെ അവർ നടക്കും, 20 കിലോമീറ്റർ 30 കിലോമീറ്റർ നടക്കും സ്വന്തം പെങ്ങളെ കാണാൻ വേണ്ടി. പെങ്ങളെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോ ആരോഗ്യവും ശരിയായി, പെങ്ങളെ കണ്ട വകയിൽ ദീർഘായുസും ഫ്രീ കിട്ടി. ഇപ്പോഴോ പൈസ കൊടുത്ത് ജിമ്മിൽ പോയിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കുക, എന്നിട്ട് ഓടിയിട്ട് എവിടെയെങ്കിലും എത്തുമോ? ഇല്ല. ആ ഓടിയ സ്ഥലത്ത് തന്നെ വീണ്ടും ഓടി തന്നെ, എന്നിട്ട് അങ്ങോട്ട് പൈസയും കൊടുത്തിട്ട് ആരോഗ്യം ശരിയാക്കാനാണ് പറയുന്നത്. തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ പറയാണ് ഭയങ്കര പുരോഗതിയാ മനുഷ്യൻ നേടിയത്. ഈ പുരോഗതിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. നമ്മളെ മുൻഗാമികൾ ഓടി നടന്നിട്ട് എന്ത് കിട്ടി? ഒരു നടത്തം കൊണ്ട് അവർ കുടുംബ ബന്ധം ചേർത്തു, ഒരു നടത്തം കൊണ്ട് അവർ ആരോഗ്യവും സംരക്ഷിച്ചു. നമ്മളിപ്പോ പൈസ ചെലവാക്കി, പൈസ ചെലവാക്കിയിട്ട് നടന്നു, എന്നിട്ട് കിട്ടിയത് എന്ത്? ആരോഗ്യം സംരക്ഷിക്കാൻ ഓടിയിട്ട് കഥച്ചിട്ട് അവസാനം ആരോഗ്യം കിട്ടിയോ ഇല്ലയോ എന്ന് തന്നെ പറയാനായില്ല. കാരണം എടുത്ത സാധനത്തിന്റെ കനം കുറഞ്ഞതിനനുസരിച്ച് ഇവിടെ തടി കുറഞ്ഞു പോയി. അപ്പൊ പിന്നെ മരുന്ന് മേടിക്കുകയാണ്, അതിന്റെ കൂടെ തടി മസിൽ വരാൻ വേണ്ടി മരുന്ന് മേടിക്കുകയാണ്. എന്നിട്ട് അവസാനം ഹാർട്ട് അറ്റാക്കോ അല്ലെന്തോ രോഗം വന്ന് മരിച്ചു പോകണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, ജിമ്മ് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അതുപോലെ മെഷീന്റെ മേലെ ഓർഡർ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ പൈസ ഉണ്ടെങ്കിൽ എന്റെ വീട്ടിലും ചിലപ്പോൾ അങ്ങനെയുള്ള മെഷീനുകൾ ഞാൻ തന്നെ വാങ്ങിയേക്കാം. ഇപ്പൊ വാങ്ങിയിട്ടൊന്നും ചിലപ്പോൾ ഞാൻ തന്നെ വാങ്ങിയേക്കാന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ പഴയ കാലം, ഒന്നിനും പറ്റാത്ത കാലം, നൂറ്റാണ്ട് തന്ത വൈബ് എന്ന് പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കുന്നത്, അവർ ജിമ്മിന് പോകാതെ അവരുടെ കുടുംബ ബന്ധം ചേർത്തിട്ട് അവർ ആരോഗ്യം സംരക്ഷിച്ചിരുന്നു. എന്നാ കുടുംബ ബന്ധം ചേർത്ത മാത്രമാണോ? അല്ല. രാവിലെ ജോലിക്ക് പോകുമ്പോ എങ്ങനെയാ പോവാ? നടന്നിട്ട് പോയി അവർ ജോലി ചെയ്തു, തിരിച്ചും വന്നു, ആരോഗ്യം സംരക്ഷിച്ചു, ജോലിയും സംരക്ഷിച്ചു. നമ്മളോ ഇപ്പൊ ഇന്ന് പഞ്ചിങ് സംവിധാനം ഉണ്ട്, എല്ലാ സൗകര്യവും നമ്മുടെ കോളേജ്, നമ്മുടെ ഓഫീസുകളിലുണ്ട്. എന്നിട്ട് എന്ത് നേടിയെന്നാ പറയുന്നത്? അവിടെ കതച്ചു പിടിച്ച് അവിടെ എത്തിയിട്ട് ഇരുന്നിട്ട് വയറ് വന്നു, അതുപോലെ നടത്തം കുറഞ്ഞിട്ട് ശരീരത്തിന് ആരോഗ്യം കുറഞ്ഞു. ഓഫീസിൽ തന്നെ ഇരിക്കുന്ന പണിയായതുകൊണ്ട് എന്നാ ഡോക്ടർ പറയുന്നത്. ഓഫീസിൽ തന്നെ ഇരിക്കുന്ന പണിയായതുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത്. എന്നാൽ നമ്മളെ മുൻഗാമികളായ ആളുകൾ അവര് ഭക്ഷണം കഴിച്ചു, അവര് സന്തോഷിച്ചു, അവര് സമാധാനത്തിൽ ജീവിച്ചു. ഇവിടെ ഇരിക്കുന്ന ഉപ്പാപ്പമാരില്ലേ, നിങ്ങൾ ചോദിച്ചു നോക്കും ഉപ്പാപ്പാരോട്, നിങ്ങളെ വാപ്പാക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവത്തിലുണ്ടോ നിങ്ങളെ വാപ്പാക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ലാത്ത ജീവിതമാണോ നിങ്ങൾ പറഞ്ഞിരുന്നോ? ഒരു സെക്കൻഡിൽ പറഞ്ഞു ഇല്ല. ഇന്നത്തെ കാലം ഒരു പുരോഗതി ഇല്ലാത്ത കാലമാണ്. നിങ്ങളൊക്കെ ഭാവി ഭയങ്കരമായിരിക്കും ആരും പറഞ്ഞ് ഇവിടെ ജീവിതത്തിന്റെ ഒരു നിമിഷത്തിലും സന്തോഷം നഷ്ടപ്പെടുത്തിയിട്ടില്ല. അവരുടെ പഴയ കാലത്ത് നമ്മളെക്കാൾ ചിലപ്പോൾ സന്തുഷ്ടമായി അവർ ജീവിച്ചിട്ടുണ്ട്, നമ്മളെക്കാൾ സമാധാനത്തിൽ ജീവിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ മറിച്ച് ദുബായിൽ എന്തെങ്കിലും അപകടം ഉണ്ടായി ആദ്യം കേരളത്തിൽ അറിയാം. എന്തും ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയൂല. ദുബായിലുള്ള ആളുകൾ അറിയുന്നതിന് മുമ്പ് കേരളത്തിലാണ് അവിടുത്തെ പ്രശ്നം അറിയാം. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ആദ്യം അറിയുന്നത് ദുബായിലുള്ള ചങ്ങായിയാണ്. അവൻ വീട്ടിൽ വിളിച്ചു ചോദിക്കാണ്, വീട്ടിന്റെ ഏതോ സൈഡ് തീ പിടിച്ചിട്ടുണ്ടോ എന്ന് വീട്ടിൽ വിളിച്ചു ചോദിക്കാണ്. അപ്പോഴാ വീട്ടുകാരറിയുന്നത് വീട്ടിന്റെ ഒരു സൈഡ് തീ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ മറ്റുള്ള സ്ഥലങ്ങളിൽ, ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ വാർത്തകൾ പടർന്ന് ആളുകളുടെ മനസ്സിനെ ടെൻഷൻ കൂടുതലാക്കി എന്നതിന്റെ അപ്പുറത്ത് ആവശ്യത്തിൽ എന്തുണ്ടായി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു നേട്ടമില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പഴയ കാലത്തിനെ അപേക്ഷിച്ച് മനുഷ്യൻ നേടി എന്ന് പറയുന്ന, ഇന്നത്തെ കാലത്ത് എല്ലാം ഹലാലാക്കണം എന്ന് വാദിക്കുന്ന, ഹറാമുകളൊന്നും
ഒന്നുമില്ല, ഇവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അവരോടാണ് എന്റെ ചോദ്യം, എന്ത് നേടിയെടുത്തു എന്നാ നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളെ പഴയ കാലത്തുള്ള ഉമ്മാമ്മമാർ അവരുടെ ജീവിതത്തിൽ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ചെയ്ത അമലുകൾ കൊണ്ട്, ചിലപ്പോൾ വീട്ടിലുള്ള ജോലിയാണ്, അതുപോലുള്ള കർമ്മങ്ങളാണ്, അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചിരുന്നു. ഇന്നത്തെ പുതിയ തലമുറയോ അവർ പൈസയും ചെലവഴിച്ചിട്ട് മെഷീന്റെ മേലെ ഓടിയിട്ടും ആരോഗ്യം ശരിയായില്ല എന്നാ പറയുന്നത്. 20 മിനിറ്റ് ഓടി, 40 മിനിറ്റ് ഓടി, 50 കിലോ പൊക്കി, 5 കിലോ പഞ്ചസാര കൈ പിടിക്കൂല്ലോ. 5 കിലോ പഞ്ചസാര കൈ പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് പോകാൻ നമ്മളെ കിട്ടൂല. തെറ്റാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അല്ലെങ്കിൽ വീട്ടിലൊരു അതേ അരിന്റെ ചാക്കിറക്കി വെച്ചിട്ട് ഉമ്മ വന്നിട്ട് മോനെ ഇതൊന്ന് അതേ വീട്ടിന്റെ അടുക്കളയിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ 1 തവണ പറഞ്ഞാൽ കേൾക്കൂല, 2 തവണ പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ ഒന്ന് ചൂടായി പറഞ്ഞാലേ ഇവന് ഈ അരിയൊന്ന് പൊക്കി കിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് ജിമ്മിലെത്തിയിട്ടോ 2 കയ്യിൽ 25 ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ എന്നാവും വിചാരിച്ച സ്വർഗത്തിലെത്തിയ. പുതിയ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. തെറ്റാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്, ഇതൊന്നും ഇസ്ലാം വിരോധിച്ചതാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്. അതേ സ്ഥാനത്ത് അവിടെ വിരോധിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? 2 കയ്യിലും ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഉടുത്തതങ്ങ് കഴിച്ചു കളയുക, എന്നിട്ടോ ഔറത്ത് കാണിക്കുക. പുരുഷന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കളിന്റെ ഇടയിലാണ്. ഈ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം പോലും മറക്കാൻ സാധിക്കാതെ മുസ്ലിം എന്ന പേരിൽ ഞാൻ ഭയങ്കര ജിമ്മനാണ് എന്ന് കാണിക്കാൻ ഉടുത്തത് ശരീരത്തിലില്ലാതെ ഫോട്ടോ എടുത്തിട്ട് വലിയ ജിമ്മനാകാൻ വേണ്ടി ചിത്രം പ്രദർശിപ്പിക്കുന്ന മുസ്ലിം നാമധാരികൾ പുതിയ തലമുറയിലെ പുതിയ ആളുകളുടെ ഏറ്റവും വലിയ ഹോബിയാണിത്. ഞാൻ ചോദിക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, എവിടെയാണ് നമ്മൾ ഈമാനിനെ കൊണ്ടുപോയി പണയം വെച്ചത്? എവിടെയാണ് നമ്മൾ ഈമാനിനെ കൊണ്ടുപോയി പണയം വെച്ചത്? ഏതോ ഇംഗ്ലീഷുകാരന്റെ സംസ്കാരങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോഴേക്ക്, ഇംഗ്ലീഷുകാരന്റെ വാക്ക് കേട്ട്, ഏതോ അത്തരം ആളുകളുടെ സംസാരം കേട്ട് അള്ളാന്റെ ദീനിനെ ചെറുതാക്കി കാണിക്കുന്ന ചിന്താഗതിയിലേക്ക് എന്റെ വേദ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ വേദ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ സമൂഹം പിറകോട്ട് പോയാൽ പറയാണ്, പരാജയത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്താണ് എന്നറിയോ? അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ചെയ്തികളെ കുറിച്ച് അവനക്ക് വില കൽപ്പിക്കാതിരിക്കുക. കഴിഞ്ഞുപോയ കാലയളവിൽ സംഭവിച്ച തെറ്റുകളെ മറന്നു കളയുന്ന സ്വഭാവമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശഖാവത്തിന്റെ അടയാളമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിജയം കൈവരിച്ച മഹാന്മാരുടെ അടയാളത്തിൽ ഒന്നാമത്തത് എന്താണ് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദിക്റുദ്ദുനൂബിൽ മാദിയ. കഴിഞ്ഞു പോയ കാലയളവിൽ സംഭവിച്ചു പോയ തെറ്റുകളുണ്ടല്ലോ, അതിനെ കുറിച്ച് ഓർത്തിട്ട് റബ്ബിന്റെ മുന്നിൽ മനസ്സ് തിരിക്കുന്ന സ്വഭാവമുണ്ടോ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിജയം കൈവരിച്ച മഹാന്മാരുടെ അടയാളമാണ്. കേൾക്കുന്ന ചെറുപ്പക്കാരാ, നമ്മളെ മനസ്സ് തിരിക്കേണ്ടത് എവിടേക്കാണ് എന്നറിയോ? ലോകം മുഴുക്ക സൃഷ്ടിച്ച പരിപാലിച്ച റബ്ബിലേക്ക്. നമ്മളെ മനസ്സ് തിരിക്കേണ്ടത് മുതലാളിയിലേക്കല്ല, നമ്മളെ മനസ്സ് തിരിക്കേണ്ടത് മാനേജറിലേക്കല്ല, നമ്മളെ മനസ്സ് തിരിക്കേണ്ടത് HOD-യിലേക്കല്ല, അതുപോലെ നമ്മളെ ഹെഡ് കൈകാര്യം ചെയ്യുന്ന ആളുകളിലേക്കല്ല. മനസ്സ് തിരിക്കേണ്ടത് ഇല്ല. നീ ജോലി സ്ഥലത്ത് ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ? മുതലാളിയെ തൃപ്തിപ്പെടുത്താനല്ല, ശമ്പളം ജായിസാകാനാണ്. മുതലാളി ഉണ്ടാകുമ്പോ ജോലിയിൽ ഭയങ്കര ആത്മാർത്ഥതയാണ്, മുതലാളിയുടെ മുന്നിൽ ഭയങ്കര ജോറനാണ്, പഞ്ചിങ് ചെയ്തിട്ടങ്ങ് മാറി നിൽക്കലാണ്. എപ്പോ നോക്കിയാലും അരമണിക്കൂർ മുന്നേ ഓഫീസിൽ എത്തിയിട്ടുണ്ട്, എപ്പോ നോക്കിയാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഓഫീസിൽ നിന്ന് പോകുള്ളൂ. അതേ സ്ഥാനത്ത് മുതലാളി നാട്ടിലില്ലാത്ത കാലമാണോ? മുതലാളെ വഞ്ചിക്കുന്നതിന് മടിയില്ലാത്ത ജോലിക്കാരനാണോ? വേദ കേൾക്കുന്ന മുസ്ലിമേ, എന്റെ വേദ കേൾക്കുന്ന ഉമ്മ, അള്ളാന്റെ പ്രീതി പ്രതീക്ഷിക്കാതെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന മുസ്ലിമാണോ? പിന്നെ വിരല് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. അല്ലാഹു പരിപൂർണ്ണ ആഫിയത്ത് കൊണ്ട് സമുദായത്തെ അനുഗ്രഹിക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, സയ്യിദവറുകളെ കൂടുതൽ സ്റ്റേജിലിരുത്തി പ്രസംഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്, കൺകുളിർക്കുകയാണ്. ഇങ്ങനെ ഒരു സെക്കൻഡിലെങ്കിലും ബഹുമാനപ്പെട്ട സയ്യിദവറുകളെ കാണാൻ സാധിച്ചല്ലോ. അല്ലാഹു നമ്മുടെ സദാത്തുക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി കൊടുക്കട്ടെ.
അവിടുത്തെ പ്രിയപ്പെട്ട വാപ്പ അല്ലാഹുവേ ദർജ നേറ്റി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ ആലിമീങ്ങൾ, ഞങ്ങളെ സാദാത്തുക്കൾ എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഒരുപാട് ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരെ തണലിൽ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ ആവശ്യമായ ഇൽമും തഖ്വയും ഇഖ്ലാസും വറവും എല്ലാം നീ ഞങ്ങൾക്ക് ഓശാരം നൽകണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ പ്രീതിയെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അവന്റെ തൃപ്തി കിട്ടാനാണ് നമ്മൾ ഏത് കാര്യങ്ങൾക്കും നമ്മൾ വില കൽപ്പിക്കേണ്ടത്. ഭൗതികമായ എന്ത് നഷ്ടങ്ങൾ വന്നാലും അല്ലാഹുവിന്റെ മഹത്തായ പ്രീതി ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഒരു മുസ്ലിമായ മനുഷ്യന് സാധിക്കണം. അവിടെയാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടേണ്ടത്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ഈമാൻ നിലനിൽക്കാൻ ഏറ്റവും അത്യാവശ്യമാണ് കഴിഞ്ഞുപോയ കാലയളവിനെ കുറിച്ച് നല്ല ഓർമ്മ വേണം. ചിലപ്പോൾ ഒരു ദിവസം പള്ളിയിൽ പോയാൽ നമുക്ക് തോന്നും ഇന്നത്തെ ദിവസം ഭയങ്കര റാഹത്താണ്, 5 നേരത്തെ ജമാഅത്തിന് ഞാനുണ്ട്, ഞാൻ ഭയങ്കര ജോറായി പോയി ചിലപ്പോൾ തോന്നും. അപ്പം നമ്മളെ മനസ്സിൽ വേണം 60 കൊല്ലം 50 കൊല്ലം 30 കൊല്ലം 20 കൊല്ലം ഞാനിവിടെ ജീവിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പള്ളിയിൽ വന്നത്, അല്ലെ ഒരു റമദാനിലാണ് ഞാൻ പള്ളിയിൽ വന്നത്, ഒരു ഖത്താണ് ഞാൻ പള്ളിയിൽ തീർത്തത്, അല്ലെങ്കിൽ ഒരു ഖത്താണ് എന്റെ ജീവിതത്തിൽ ഞാൻ ആകെ ഒരു റമദാനിൽ തീർത്തത്. ഇങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളെ കുറിച്ചാണ് നമ്മളെ ജീവിതത്തിൽ കൂടുതലായി നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നന്നാക്കി എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലാമത്തു ശഖാവാ, മോനെ പരാജയത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ മറന്നു കളയുക. അതുകൊണ്ട് ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറയാണ് നാല് കാര്യങ്ങളെ കൂടാതെ ഒരാൾ 4 കാര്യമുണ്ട് എന്ന് വാദിക്കുന്നുണ്ടോ, അത് കളവാണ്, അത് കളവാണ്, അവന്റെ വാദം തെറ്റാണ്. മഹാനായ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു ഒന്നാമത്തേതായി എണ്ണി പറഞ്ഞത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, സയ്യിദ് അവറുകളെ ഇരുത്തിയിട്ട് പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി മഹാനവറുകൾ പറഞ്ഞത് എന്താണ് എന്നറിയാം, ആരെങ്കിലും അള്ളാഹിനോട് സ്നേഹമുണ്ട് എന്ന് വാദിക്കുന്നുണ്ടോ, അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ടോ, അവന്റെ കണ്ണുകൊണ്ട് ഹറാമ് നോക്കുമ്പോൾ അവന്റെ മനസ്സിന് മലക്ലേശമില്ല, അതുകൊണ്ട് മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേട്ട് ആസ്വദിക്കുമ്പോ പ്രയാസം തോന്നുന്നില്ല. ഇനി ഓരോ തിന്മകളും നിങ്ങൾ എടുത്ത് വായിച്ചോളൂ. അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ചെയ്യും, അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു എന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് പറയാണ് അത് കളവാൻ, അതൊരിക്കലും നീ വിശ്വസിച്ചു പോകരുത്. ഞാൻ എന്റെ നഫ്സിനോട് ചോദിക്കണം, ഞാൻ ഈ പറഞ്ഞവന്റെ കൂട്ടത്തിൽ ആരാണ്? കളവ് പറഞ്ഞ കദ്ദാബിന്റെ കൂട്ടത്തിലാണോ? അല്ല, ഞാൻ പറഞ്ഞത് ശരിയായ അള്ളാഹിനെ ഭയപ്പെടുന്നവന്റെ കൂട്ടത്തിലാണോ? അള്ളാഹിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നവനാണോ? അള്ളാഹിന്റെ തൃപ്തി പ്രതീക്ഷിക്കുന്നവനാണോ? മഹാന്മാരായ സ്വാലിഹീങ്ങളെ ഭാഷയാ ഞാൻ പറയുന്നത്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. മഹാനവറുകൾ പറയാണ് അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നതിന് മടി തോന്നാത്ത, തെറ്റുകൾക്ക് വില കൽപ്പിക്കാത്ത ജീവിതം നയിക്കുന്നവനാണോ? അവൻ കള്ളനാണ് കേട്ടോ. അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നിർത്തട്ടെ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതായി ശഖാവത്തിന്റെ അടയാളം പറയാണ്. എന്താ രണ്ടാമത്തെ അടയാളം എന്നറിയോ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വദിക്റുൽ ഹസനാത്തിൽ മാദിയാ, ജീവിതത്തിൽ ചെയ്ത നന്മകളെ എടുത്തു പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാമിനോട് കാണിച്ച സ്വഭാവം എന്താണ്? മൂസാ നബി അലൈഹി സ്വലാം ദീനിലേക്ക് വരാൻ പറഞ്ഞു. അവസാനം അവനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ സർവ്വതും ചെയ്തു. അവസാനം അവൻ രക്ഷപ്പെടൂല എന്ന് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനല്ലേ മൂസാ നബിയെ നിങ്ങളെ കൊട്ടാരത്തിൽ ഭക്ഷണം തന്ന് വളർത്തിയത്, എന്നോട് നന്ദി കേട് ചെയ്യാണോ? ചെയ്തതെടുത്ത് പറയുന്ന സ്വഭാവമുണ്ടല്ലോ. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, വയല് കേൾക്കുന്ന ഉപ്പമാരെ, സ്വന്തം മക്കളിൽ നിന്ന് പോലും ഭൗതികത പ്രതീക്ഷിക്കരുത്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നിർത്തുകയാണ്. ഒരിക്കലും സ്വന്തം മക്കളിൽ നിന്ന് പോലും ഭൗതികത പ്രതീക്ഷിക്കരുത്.
ചിലപ്പോൾ ചില ആളുകൾ പറയും, എന്റെ മോനിക്ക് ഞാൻ അങ്ങേറ്റം നല്ലത് ചെയ്തു കൊടുക്കും, കാരണം എനിക്ക് വയസ്സായ ഓ നല്ലത് ചെയ്തു തരണ്ടല്ലേ. എങ്ങനെ? എനിക്ക് വയസ്സായാൽ എന്നെ ബാത്റൂം പോകുമ്പോൾ കൈപിടിക്കേണ്ടത് അവനാണ്, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു തരേണ്ടത് അവനാണ്, അതുകൊണ്ട് അവനിക്ക് വേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കാൻ റെഡിയാണ്. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, ഈ ചിന്ത ഉണ്ടാകരുത്. നമ്മളെ മനസ്സ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശമുണ്ട്. ഓ ഇബ്നു അബ്ബാസ്, സഹായം തേടേണ്ടത് മക്കളോടല്ല, സഹായം തേടേണ്ടത് ബാപ്പാനോടല്ല, സഹായം തേടേണ്ടത് നമ്മൾ ഒരാളോടുമല്ല, എന്റെ റബ്ബ് സഹായിക്കൂന്ന് വിശ്വസിച്ചിട്ടാണ്. എന്തെങ്കിലും സഹായ തേട്ടമുണ്ടോ റബ്ബിൽ നിന്ന് തേടിക്കോ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വയത് കേൾക്കുന്ന വിശ്വാസികളെ, ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ അജണ്ട എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ സഹായം കിട്ടണം എന്നാഗ്രഹിച്ച് അവനോട് സഹായം തേടണം. ഭൗതികമായി മക്കളിൽ നിന്ന് പോലും സഹായം തേടരുത് എന്ന് വിചാരിച്ചിട്ട് പ്രായം ചെന്ന ഉപ്പാപ്പയായാൽ മക്കളെ സഹായം ഒന്നും ചെയ്യരുത് മക്കൾ എന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മക്കൾ എന്നെ സഹായിച്ചിട്ട് വേണം ഞാൻ ബാത്റൂം പോകാൻ നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കരുത്. എനിക്ക് മരണം വരെ ബാത്റൂമിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു എനിക്ക് ആഫിയത്ത് തന്നാ പോരെ, അങ്ങനെയെങ്കിൽ ചിന്തിക്കണം. അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കണം. പ്രായമൊക്കെ ആയിട്ട് വയസ്സായി സ്വന്തത്തിൽ എണീക്കാൻ പറ്റാതെ ബാപ്പയും ഉമ്മയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ മക്കൾ വന്ന് കൈപിടിച്ചിട്ട് ബാത്റൂമിൽ പോകുന്ന ഒരാളാകുമ്പോ എനിക്ക് സഹായത്തിന് ആളെ വേണമെന്ന് വെച്ചിട്ടാണോ മക്കളെ പറ്റിയത്? ആ മക്കളെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, കിട്ടിയാൽ തന്നെ മതിയാവുകയില്ല, കിട്ടിയാലും മതിയാകൂല. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ തവക്കുൽ മക്കളെ മേലാകരുത്. മക്കൾക്കെല്ലാം ചെയ്തു കൊടുക്കണം. എന്തിനാ ചെയ്തു കൊടുക്കേണ്ടത് എന്നറിയോ? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. മരിച്ചുപോയ ബാപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ മരിച്ചാലും നിലനിൽക്കുന്ന സമ്പത്താണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിൽ ഉപകരിക്കാൻ ആ മക്കളെ നമ്മൾ സമ്പാദിക്കേണ്ടത്. മക്കൾക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നു, മക്കൾക്ക് നമ്മൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, എല്ലാം ചെയ്തു കൊടുക്കുന്നു. ഒന്നും ദുനിയാവിന് വേണ്ടിയാകരുത്. ചെയ്യുന്നതെല്ലാം ആഖിറത്തിന് വേണ്ടി. ഫ്രീ ചിലപ്പോൾ ദുനിയാവ് കിട്ടും, നമ്മൾ ആഖിറത്തിന് വേണ്ടി ചെയ്തു കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കൈത്താങ്ങാകുന്ന മക്കളായി നമ്മളെ മക്കൾ വളരും. അത് അല്ലാഹു തരുന്ന ഫ്രീ ആണ്, അത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടണം. അവിടെ ഒരിക്കലും നമ്മൾ അള്ളാഹിനോട് നേരത്തെ തന്നെ പഠിച്ചോനെ വയസ്സായ കൈപിടിക്കുന്ന മക്കളാക്കി തരണേ നല്ലത് വരക്കേണ്ടത്. മരിക്കുന്നത് വരെ എനിക്ക് സ്വന്തം കാര്യം സ്വന്തം ചെയ്യാൻ ആരോഗ്യം തരണേ അല്ലാഹ് വരക്കണം. അപ്പോഴാ നമ്മളെ തവക്കുൽ പൂർണ്ണാകുന്നത്. ഇങ്ങനെയാകണം നമ്മുടെ ജീവിതം. അല്ലാതെ ഒരിക്കലും നമ്മൾ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത്, ഭാര്യക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത്, ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. ഭാര്യനോട് ഭർത്താവ് സ്നേഹം കിട്ടാൻ വേണ്ടി ചോദിക്കുകയാണ്. എന്താ ചോദ്യം എന്നറിയോ? എനിക്ക് വയസ്സായാൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വേറെ ഭാര്യനെ കിട്ടുവോ? ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്. ഇത്ര ചോദ്യം തന്നെ പാടില്ലാത്തതാണ്. രണ്ടാമത്തെ കെട്ട് എന്നുള്ള ചോദ്യം തന്നെ ഒരു ഭാര്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ചിന്ത തന്നെ ഉണ്ടാകാൻ പാടില്ല. ആവശ്യമുള്ളവർ ചിലപ്പോൾ കെട്ടുന്നുണ്ടാകാം, അവർക്ക് അല്ലാഹ് ഹലാലാക്കി നമ്മൾ ആറാമാക്കാൻ പോകരുത്. അതേ സ്ഥാനത്ത് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ഒരിക്കലും ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ, എനിക്ക് വയസ്സായാൽ ഞാൻ മരിച്ചു പോയാൽ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്നെ ഉണ്ടാകാൻ പാടില്ല. ചില സ്ത്രീകൾ ചോദിക്കും, ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ വേറെ കെട്ടുവോ? പിന്നെ എന്തിനാ ഇങ്ങനെ മരിക്കാൻ, സ്വന്തത്തിൽ മരണം ഏറ്റെടുക്കാൻ പോകുന്നത് എന്തിന്? അല്ലാഹു മരണം വരെ ദീർഘായുസ് ഒരുപാട് കാലം തരാൻ വേണ്ടിയല്ലേ ഇത് വരക്കേണ്ടത്. നമ്മളെപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് എപ്പോഴും ആഫിയത്തിന് വേണ്ടി ദ്വാരക്കാനാണ്, ദീർഘായുസിന് വേണ്ടി ദ്വാരക്കാനാണ്. മരണത്തിന് വേണ്ടി ദ്വാരക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ ആധുനിക യുഗത്തിലുള്ള പുതിയ തലമുറ അവരുടെ ചിന്തക്കുറവ് കൊണ്ട് ചിലപ്പോൾ അവരെ ഭൗതികതയിൽ ലയിച്ചു പോയപ്പോ അവരുടെ ബുദ്ധി ക്ഷയിച്ചു പോയത് കൊണ്ട് ചെയ്യുന്ന പണിയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്, അത്തരം തെറ്റുകൾ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ആത്മഹത്യ അവനെ കുഫറിലേക്ക് കൊണ്ടുപോകാൻ കാരണമാണ് ഇത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം 10ാം ക്ലാസ് തോറ്റുപോയി, എന്നിട്ട് കൊണ്ടുപോയി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ പ്ലസ് 2 എത്തുവോ? അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം. എവിടുന്നാണ് ഇത്തരം ബുദ്ധിയില്ലാത്ത ചിന്തയില്ലാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് നാം മനസ്സിലാകാത്തത്? പ്ലസ് 2 തോറ്റുപോയി, അല്ലെങ്കിൽ പ്ലസ് 2 ഒരു വിഷയത്തിൽ പൊട്ടിപ്പോയി, എന്നാലോ അടുത്ത പ്രാവശ്യം ഒന്നുകൂടി പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനല്ലേ നോക്കേണ്ടത്? പോയിട്ട് തൂങ്ങിക്കളഞ്ഞാൽ പ്ലസ് 2 നേരെ ഡിഗ്രിയിലേക്ക് പാസ്സാകുമോ? അങ്ങനെ കബറിലെത്തിയിട്ട് ഡിഗ്രി ഏതല്? കബറിലെത്തിയാൽ സ്വർഗത്തിലേക്കുള്ള ഡിഗ്രി കിട്ടാതെ പോകും. അതില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിനെ ഭയക്കുന്ന മനസ്സ് വേണം. ആരെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴേക്ക് തകർന്നു പോകുന്ന ഹൃദയാകരുത്. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇന്ന് ചിലപ്പോൾ ഭയങ്കര പുരോഗതിയായിരിക്കും, നാളെ പരീക്ഷണത്തിന്റെ ദിവസമായിരിക്കും. മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീനാ അലൈഹിസ്സലാം, അവിടുത്തെ ജീവിതം നമുക്ക് നൽകിയ പാഠം അതാണ്. ഏത് പരീക്ഷ
പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ മറക്കാത്ത മനസ്സും അള്ളാഹിനെ ഓർമ്മിക്കുന്ന ഹൃദയം സമ്പാദിക്കാനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം നമുക്ക് പാഠമായി നൽകിയത്. സ്വന്തം മകനെ കൊണ്ടുപോയി ബലിയിറക്കണമെന്ന് പറഞ്ഞ സമയത്ത് പോലും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മനസ്സ് പൊട്ടിയില്ല. മറിച്ചോ ആ പ്രിയപ്പെട്ട കുട്ടിയെ കൊണ്ടുപോയിട്ട് ബാപ്പ പറയാണ്, മോനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. എന്താ കണ്ടത് എന്നറിയോ? നിന്നെ അറുക്കാനാണ്. ആ മകനും ഈമാനുള്ള മോനാണല്ലോ. ഭാവിയിൽ എനിക്ക് കൈപിടിച്ചു തരാൻ ബാത്റൂമിൽ കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് വളർത്തിയ മോനല്ലല്ലോ. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പ്രിയപ്പെട്ട മകന്റെ മറുപടി എന്താണ് എന്നറിയോ? എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ ചെയ്യണം. കൽപ്പിക്കപ്പെട്ടതിൽ നിന്നൊരു അടി പോലും പിറകോട്ടടിക്കാൻ പാടില്ല. അങ്ങനെ ആയാലോ ക്ഷമയുള്ളവരെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾ എത്തിച്ചേക്കാം ബാപ്പാ. നബിയുല്ലാഹി ഇസ്മാഈൽ അങ്ങനെ അല്ലാഹുവിൽ മനസ്സുറപ്പിക്കുന്ന പാരമ്പര്യം നമ്മളെ കുടുംബത്തിൽ നമ്മൾ സമ്പാദിച്ചെടുക്കണം. അതിനെന്ത് വേണം? ബാപ്പയാകുന്ന ഞാൻ നമ്മുടെ മക്കളുടെ മുന്നിൽ ഏറ്റവും നല്ല ജീവിതം നയിക്കുന്നവരാകണം. മദ്രസയിൽ നല്ല കുട്ടികൾ പഠിക്കുക. മദ്രസയിൽ അബിന്ന് പഠിക്കും, അതബിന്ന് പഠിക്കും, അതുപോലെ നാറിന്ന് പഠിക്കും, ജഹന്നംന്ന് പഠിക്കും, സ്വർഗംന്ന് പഠിക്കും, ബാപ്പാന്ന് പഠിക്കും, ഉമ്മാന്ന് പഠിക്കും, അവരുള്ള ബഹുമാനം പഠിക്കും, ഒക്കെ പഠിക്കും. ഇതൊക്കെ പഠിച്ചാൽ ഒരു കുട്ടി നന്നാകണമെങ്കിൽ വീട്ടിലെത്തിയാൽ ഇത്ര ബഹുമാനമുള്ള സാധന ഉപ്പാന്ന ഉസ്താദ് പഠിപ്പിച്ചത്, ഇത്ര ബഹുമാനമുള്ള ആളാ ഉമ്മാന്നാ പഠിപ്പിച്ചത്. ആ ഉമ്മ വീട്ടിലെത്തി നോക്കുമ്പോ സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കുട്ടിക്കും തോന്നാണ് എന്ത് ഉസ്താദിന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു എന്നല്ലാതെ ഈ ഉമ്മാക്കാണോ വലിയ ബഹുമാനം? ഏതോ പുരുഷനും പെണ്ണും കിസ് ചെയ്യുന്ന വീഡിയോ കണ്ടിരിക്കുന്ന ഉമ്മാക്ക് എന്ത് ബഹുമാനമാണ്? ഏതോ പുരുഷനും പെണ്ണും തമ്മിൽ ഒന്നിച്ച് നടന്നു പോയിട്ട് പ്രേമത്തിന്റെ കഥ കണ്ടിരിക്കുന്ന വാപ്പാക്ക് എന്ത് ബഹുമാനാണ്? ഇത് കണ്ടുപഠിക്കുന്ന മക്കൾ, ന്യൂ ജനറേഷന്റെ വിഭാഗത്തെ കുറ്റം പറയുന്ന ഉപ്പാപ്പമാരെ, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്തവരാണ്, ഇവരൊക്കെ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുന്ന ഉമ്മമാരെ, ഞാൻ പറയുന്നത് ആ ന്യൂ ജനറേഷൻ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മളാണ് ആ കുട്ടികൾക്കിടയിൽ ദീന് വിരോധിച്ച പല കാര്യങ്ങളെയും ചെറുതാക്കി ആ തെറ്റുകൾ ചെറുതായി തുറന്ന് ഇന്ന് ആ മക്കൾ വലുതാക്കി തുറക്കാൻ തുടങ്ങി. അത് ചെറുതാക്കി തുറന്നു കൊടുത്ത് നമ്മളാണ്. ടാക്സിൽ പോകുന്നു, സിനിമക്ക് പോകുന്നു, തെറ്റുകൾക്ക് ചെയ്യുന്നു, ഒരു പ്രശ്നമില്ല. നാട്ടിൽ ആവശ്യമില്ലാത്ത പ്രവണതകൾ കുട്ടികൾ ഇടപെടുന്നു. രാഷ്ട്രീയമാകുമ്പോൾ അന്യപെണ്ണിന്റെ കൈപിടിക്കുന്നു. സ്ഥാനാർത്ഥിയാകുമ്പോൾ അവളെ കൈയും പിടിച്ച് നടക്കുന്നത് അഭിമാനമാകുന്നു. അവൾക്ക് കണ്ടുപോയി കൈകുത്തി കൊടുക്കുന്നത് അഭിമാനമാകുന്നു. നമ്മൾ പറയുന്ന സംവിധാനം, നമ്മൾ പറയുന്ന മുസ്ലിമിന്റെ പേരിലോ അല്ലാതെയുള്ള രാഷ്ട്രീയം, ഇതിന്റെ പേരിൽ കൈകുത്തി കൊടുത്താൽ അത് ഇസ്ലാമിന് വലിയ ബഹുമാനാണ് എന്ന് മക്കൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്തിന്റെ പേരിൽ? നമ്മൾ ഉണ്ടാക്കി വെച്ച ദീനിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിലയെ നമ്മളെ ഉപ്പാപ്പമാർ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയത്തെ നമ്മൾ പൊളിച്ചു കാണിച്ചു കൊടുത്തതാണ്. രാഷ്ട്രീയത്തിലൊക്കെ പറ്റും. ആര് പറഞ്ഞു? രാഷ്ട്രീയത്തിൽ പറ്റും, പക്ഷെ അത് മുസ്ലിമിന് പറ്റൂല. മുസ്ലിം രാഷ്ട്രീയത്തിലെത്തിയാലും രാഷ്ട്രീയത്തിലില്ലാത്തവിടത്തിലെത്തിയാലും എന്തിലധികം പറയാനാ, ചന്ദ്രനിലെത്തിയാലും മുസ്ലിമാകണം. പിന്നെന്ത് പറയാനാ? വേറെ എവിടെയെങ്കിലും എത്തിയാലുള്ള കഥയല്ല പറയുന്നത്. ചന്ദ്രനിലെത്തിയാലും മുസ്ലിമാകണം. എന്തിലധികം പറയാൻ? വെറും അതേ 10 മിനിറ്റ് 20 മിനിറ്റ് 30 മിനിറ്റ് 1 മണിക്കൂർ മാത്രം പകൽ സമയമുള്ള രാജ്യങ്ങളുണ്ട്. അവിടെ എത്തിയാൽ എങ്ങനെയാ നിസ്കരിക്കേണ്ടത് എന്ന് മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ അവിടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? പകല് മാത്രം നിസ്കരിച്ച് രാത്രി മുഴുവനും കിടന്നുറങ്ങാന്ന് വിചാരിക്കേണ്ട. അള്ളാന്റെ ദീനിന്റെ നിയമങ്ങൾ മുഴുക്കെ അത്തരം ഏത് ലോകത്തെത്തിയാലും സമയാസമയം എങ്ങനെ നിർവഹിക്കണം ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയുന്നത്, സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് പെണ്ണിനെ തൊടാനുള്ള പെർമിറ്റ് ആണ് എന്ന് വിചാരിക്കരുത്. ഓളെ കൈപിടിക്കാനുള്ള പെർമിറ്റ് ആണ് എന്ന് വിചാരിക്കരുത്. അള്ളാന്റെ ദീനാകണം 1-ാം നമ്പർ. അത് കഴിഞ്ഞിട്ട് മതി രാഷ്ട്രീയം. അപ്പൊ ചില ആള് പറയും, മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയം ഇല്ലെങ്കിൽ പറ്റൂല. ഉണ്ടാകട്ടോ നിനക്ക് രാഷ്ട്രീയം. പക്ഷെ ആ രാഷ്ട്രീയം അള്ളാന്റെ ദീനിന്റെ നിയമവിലക്കുകളെ പൊളിച്ചു കളയുന്നതാകരുത്. അതിനെ അംഗീകാരം വെക്കുന്നതാകരുത്. അതിനെ കൈപിടിക്കുന്നതാകരുത്. അന്യ പെണ്ണിനെ പ്രൊമോട്ട് ചെയ്തവളെ കൈപിടിച്ചിട്ട് സിന്ദാബാദ് പറയുന്ന മുസ്ലിമായി നമ്മൾ അല്ലാഹുവിന്റെ കോടതിയിലെത്തുന്ന ഗതികേടിനെ കുറിച്ച് എന്റെ വേല കേൾക്കുന്ന ഉപ്പമാരെ നമ്മൾ മറന്നു പോകരുത്. ഇത് ഒരു രാഷ്ട്രീയ സംഘടനയും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ അല്ലാഹുവിന്റെ ദീനാ പറയുന്നത്. അപ്പൊ ചിലപ്പോ ചില ആൾ ചോദിക്കും, മൊയ്ലിയാരെ ഇന്ന മൊയ്ലിയാരുണ്ടായിരുന്നല്ലോ, ഇന്ന തങ്ങളുണ്ടായിരുന്നല്ലോ, അതൊന്നും എനിക്ക് നോക്കണ്ടില്ല. ഞാൻ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമ പറഞ്ഞത്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ അതികാറ്റത്ത് വർദ്ധിയിട്ട് രാഷ്ട്രീയം നടത്താന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന് വില കൽപ്പിക്കാതെ ഏതെങ്കിലും ആളുകൾ അങ്ങനെ തലപ്പാവ് ധരിച്ചോ തൊപ്പി ധരിച്ചോ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റത്ത് വർദ്ധിയിട്ട് അല്ലാഹുവിന്റെ ദീനിനെ ചെറുതാക്കിയിട്ട് ഇവിടെ രാഷ്ട്രീയം വളർത്താന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സിന്ദാബാദ് പിടിക്കുന്നവരായി ആലിമീങ്ങൾ മാറരുത്.
മുതഅല്ലിമീങ്ങൾ മാറരുത്, അള്ളാന്റെ ദീനിനെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങൾ മാറരുത്. ഇതില്ലാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഒരു രാഷ്ട്രീയ സംഘടനയോടും പ്രത്യേകമായ താല്പര്യമോ പ്രത്യേകമായ സ്നേഹമോ പ്രത്യേകമായ ബഹുമാനമോ അല്ലെങ്കിൽ പ്രത്യേകമായ വെറുപ്പോ ഉള്ളതിന്റെ പേരിലല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീൻ അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളെ പ്രവർത്തനങ്ങൾ എങ്ങനെയാകണം, നമ്മളെ ചിന്തകൾ എങ്ങനെയാകണം. അതിലേക്കാട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിളിച്ചു പറയുന്നത്, മോനെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ എടുത്തു പറയുന്ന സ്വഭാവം ഉണ്ടാകരുത്. ജീവിതത്തിൽ നന്മകൾ എടുത്തു പറയുന്ന സ്വഭാവം ഉണ്ടോ, അത് പരാജയത്തിന്റെ അടയാളമാണ്. 2, 3, 4 1 എണ്ണി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാഹ്. മൂന്നാമത്തേതായി ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കാൾ മേലെയുള്ളവരിലേക്ക് നോക്കിയിട്ട് മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നവരാണോ ഈമാനിന്റെ കുറവാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളെക്കാൾ ഭൗതികമായി താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ട് അല്ലാഹ് എനിക്ക് ഇന്നത് തന്നല്ലോ, ഇന്ന നിയമത്തുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ അല്ല തന്ന നിയമത്തുകളെ കുറിച്ച് ആലോചിക്കുന്ന നല്ല ചിന്താഗതികൾ ജീവിതത്തിൽ സമ്പാദിച്ചെടുത്തു. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അതിനാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എപ്പോഴും താഴോട്ടേക്ക് നോക്കിക്കോ. ഈ കഴിഞ്ഞ മെനഞ്ഞാന്ന് ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വയല് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ റെയിൽവേ പാളത്തിന്റെ മുന്നേ എത്തുന്നതിന്റെ മുമ്പ് ഹൈവേയിൽ നിന്ന് പാലത്തിന്റെ അടിയിലൂടെ കട്ട് ചെയ്തങ്ങ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആ വേസ്റ്റ് പോകുന്ന പാലത്തിന്റെ മേലെ ഒരു മനുഷ്യൻ പുതച്ച് മൂടിക്കിടക്കുന്നു. ഇത് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, അല്ലാ എന്റെ റബ്ബെനിക്ക് തന്ന സൗകര്യങ്ങൾ എത്രയാണ്, അവൻ ചെയ്തു തന്ന നിഅമത്തുകൾ എത്രയാണ്. വയല് കേൾക്കുന്ന മുസ്ലിമേ, ഭൗതികമായി തന്നെ അവൻ തന്ന നിഅമത്തുകൾ ജീവിതം മുഴുക്കെ റബ്ബിനെ നന്ദി ചെയ്താലും പറഞ്ഞു തീർക്കൽ സാധ്യമല്ല, നന്ദി ചെയ്ത് തീർക്കൽ സാധ്യമല്ല. അതുകൊണ്ടാ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഏത് മനുഷ്യനും താഴോട്ടേക്ക് നോക്കാൻ ഒരുപാട് താഴെക്കെട്ടുകളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നീ എപ്പോഴും നോക്കേണ്ടത് ദുനിയാവിന്റെ വിഷയത്തിൽ നിന്നെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ട് എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ടല്ലോ, അത് തന്നിട്ടുണ്ടല്ലോ, ഇത് തന്നിട്ടുണ്ടല്ലോ, ഈ ചിന്താഗതിയാകണം. അതേ സ്ഥാനത്ത് നീ വിജയിച്ചവനാകണോ. എപ്പോഴും ആഖിറത്തിന്റെ വിഷയത്തിൽ നോക്കുമ്പോ നിന്നെക്കാൾ ബഹുമാനമുള്ളവരിലേക്ക് നോക്കണം. ഒരൊറ്റ ജമാഅത്ത് നഷ്ടപ്പെടുത്താത്ത മനുഷ്യനാണ് അയാൾ. ഞാൻ ഒറ്റ ജമാഅത്തിലും പങ്കെടുക്കാത്ത ആളാണല്ലോ അല്ലാഹ്. ഞാൻ പലപ്പോഴും പള്ളിയിൽ എത്തിപ്പെടാത്തവനാണ്, പലപ്പോഴും ഇബാദത്തിന്റെ വിഷയത്തിൽ പിറകിലാണ്. എപ്പോഴും തിങ്കളാഴ്ചയും വ്യാഴാഴ്ച അയാൾക്ക് നോമ്പാണ്, എനിക്ക് തിങ്കളും വ്യാഴം നോമ്പെടുക്കാൻ പറ്റിയില്ലല്ലോ അല്ലാഹ്. ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ അമലുകളിലേക്ക് നോക്കിയിട്ട് എനിക്കത് പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്ത ഉണ്ടോ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിജയം കൈവരിച്ച മഹാന്മാരുടെ അടയാളമാണ്. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അവസാനമായി ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദീനിന്റെ വിഷയത്തിൽ എപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ അത്തരക്കാരിലേക്ക് നോക്കി നിങ്ങളെ ദീനിനെ വളർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ വിജയം കൈവരിച്ച മഹാന്മാരുടെ പട്ടികയിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനുള്ള വിശ്വാസികളെ, അതിലേക്കാണ് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകേണ്ടത്. ആ വഴിയാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും നമുക്ക് കാണിച്ചു തന്നത്. ആ ഒരു ഉത്തമമായ വഴി മാറി ഭൗതികതയിൽ ലയിച്ച് ഇന്നത്തെ കാലത്തെ മാറ്റത്തിനനുസരിച്ച് ദീനിനെ മാറ്റണം എന്ന് പറയുന്ന ഏതെങ്കിലും പാശ്ചാത്യ ചിന്തക്കാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിരീശ്വരവാദികളുടെയോ നിർമ്മലവാദികളുടെയോ വിശ്വാസത്തിൽ നമ്മൾ പഴിചാരി നമ്മളെ ജീവിതത്തെയും ആഖിറത്തെയും നഷ്ടപ്പെടുത്തരുതെന്ന് മുതഅല്ലിമായ എന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വന്നിട്ടും അല്പസമയം സംസാരിച്ചു പോയതിൽ തങ്ങളവറുകളോടും നിങ്ങളോടും മാപ്പപേക്ഷിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന അല്ലാഹുവേ, ഒരുപാട് ദീർഘായുസ്സും ആഫിയത്തും അവിടത്തേക്കും ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ വാപ്പമാർ, ഞങ്ങളെ വേദിന്റെ സദസ്സിൽ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട മൂമിനികൾ മൂമിനാത്തുകൾ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ഞങ്ങൾക്കെല്ലാവർക്കും നീ നിന്റെ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഒരുപാട് തഖ്വയും ഏറ്റിത്തന്ന് നീ ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, സയ്യിദ് അവറുകളെ അൽഹംദുലില്ലാഹ് ഇങ്ങനെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ ശിഫയായി
ഒറ്റയ്ക്ക് സന്തോഷത്തിൽ സ്റ്റേജിലേക്ക് നടന്നു വരുന്നത് കാണാൻ എത്രയും പെട്ടെന്ന് നീ ഞങ്ങൾക്ക് വഴിയൊരുക്കണം റഹ്മാനെ. അതുപോലെ പ്രയാസപ്പെടുന്നവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പല വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പേരെടുത്ത് പറയാതെ നിനക്കറിയുന്ന റബ്ബാണ് അല്ലാഹ്. അത്തരം മാറാ രോഗങ്ങളോ അല്ലാത്ത രോഗങ്ങളോ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൈപിടിച്ചിട്ട് 3 മക്കളും ഡയാലിസിസ് ചെയ്യാണ്, മോനെ ദ്വാരക്കണം എന്ന് പറഞ്ഞ വാപ്പനെ നിനക്കറിയാം. എനിക്ക് ആളെ മുഖം പോലും ഓർമ്മയില്ല. അവരെന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത് അവരെ മുഖം ഓർമ്മിക്കാനല്ല, നിന്നോട് പറയാനാണ്. പടച്ച റബ്ബേ, ഇതുപോലുള്ള വാലിന്റെ സദസ്സുകളുടെ ബർക്കത്ത് കൊണ്ട് അവർക്ക് നീ പരിപൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങൾക്കൊന്നും അത്തരം രോഗങ്ങൾ, ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരാർക്കും അത്തരം രോഗങ്ങൾ തന്ന് നീ പരീക്ഷിക്കരുത് റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും തഖ്വയിലും ഇഖ്ലാസിലും വറയിലും നിന്റെ പൊരുത്തത്തിലുമായുള്ള ജീവിതം നീ ഓശാരം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും അതുപോലെ മുഹിമ്മാത്തിന്റെ കാര്യദർശികളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചതും അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്, അതുപോലെ സിറാജുൽ ഹുദയുടെ പല പ്രവർത്തനങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ റെഡിയായി കിട്ടേണ്ടതുണ്ട്. അല്ലാഹുവേ, എല്ലാം നീ ഹൈറായ നിനക്ക് എത്രയും പെട്ടെന്ന് നീ തുറന്നു തരണം റഹ്മാനെ. ശത്രുക്കളുടെ എല്ലാ പ്രയാസപ്പെടുത്തലുകളിൽ നിന്നും നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങളെ നീ കാവലിലാക്കണം റഹ്മാനെ. അതുപോലെ ഈ സദസ്സിലും പല ഉദ്ദേശങ്ങളും വെച്ച് വന്നവരുണ്ട്. ഞങ്ങളുടെ മനസ്സിലും വ്യക്തിപരമായി പലതും നടന്നു കിട്ടേണ്ടതുണ്ട്. എല്ലാം ഏറ്റവും ഹൈറായ നിലക്കും ഏറ്റവും സന്തുഷ്ടമായ നിലക്കും ഏറ്റവും സമാധാനം നിലനിൽക്കുന്ന രൂപത്തിലും നീ പൂർത്തീകരിച്ചു റഹ്മാനെ. ഞങ്ങളെയും സ്ഥാപനങ്ങളെയും ഞങ്ങളെ പ്രവർത്തനങ്ങളെയും അവസാനം വഷളാക്കി കളയുന്ന രൂപത്തിൽ നീ സമൂഹത്തിന്റെ മുന്നിൽ താറടിക്കരുത് റഹ്മാനെ. അത്തരം പരീക്ഷണങ്ങളൊന്നും താങ്ങാൻ അമ്പിയാക്കളെ പോലെ സാലിഹീങ്ങളെ പോലെ ഞങ്ങൾക്ക് ഈമാനില്ല. പടച്ച റബ്ബേ, അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനെ. ഇവിടെ വന്നപ്പോഴും പലതും മനസ്സിൽ കരുതി വന്നവരുണ്ട്. എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ നീ എളുപ്പമാക്കണം റഹ്മാനെ. എല്ലാ വഴികളിലും നീ ഹൈറിന്റെ കവാടങ്ങൾ തുറക്കണം റഹ്മാനെ. ഏറ്റവും വലിയ ജീവിതത്തിൽ അഭിലാഷം എന്ന് പറയുന്നത് ഞങ്ങളെ മരണത്തിന്റെ സമയം ഒന്ന് നന്നായി കിട്ടലാണ്. മരിക്കുന്ന സമയം ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ചിരിച്ച് മരിക്കുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും അല്ലാഹ് നിന്റെ മഹലായ ഫദ്ല് കൊണ്ട്, നിന്റെ കറബ് കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട് ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ടിജവറുകളായ ഞങ്ങൾക്കും മഹാന്മാരായ ബദരീകളെ മഹത്വം പറയാൻ ഒരുമിച്ച് കൂടി ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ സലാമത്താക്കി ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീന ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടാൻ വന്ന റഷീദിന്റെ വാപ്പ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 13 ദിവസമായി. ഉമ്മയും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, 2 പേർക്കും നീ പരലോക ജീവിതം സ്വലിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയ ഉമ്മാമ്മമാർ, ഉപ്പാപ്പമാർ, ചിലരുടെ ബാപ്പമാര്, ഉമ്മമാര്, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, ഞങ്ങളെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങള്, പൊസോട്ട് തങ്ങള്, മഹാനായ സയ്യിദ്നാ ഉള്ളാളം തങ്ങള്, അതുപോലെ ഖുറാത്തങ്ങള്, നമ്മളെ കാസർഗോഡ് ജില്ലയിലും മംഗലാപുരത്തും കേരളത്തിന്റെ എല്ലാ ദിക്കുകളിലും നേതൃത്വം നൽകിയിരുന്ന സാദാത്തുക്കൾ, ആലിമീങ്ങളും പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ ദർജയും നീ ഉയർത്തണം റഹ്മാനെ. അവരൊക്കെ ദർജന്റെ ബർക്കത്ത് കൊണ്ട് മുതഅല്ലിമീങ്ങളായ ഞങ്ങൾക്ക് ഈമാനും തഖ്വയും ഇഖ്ലാസും വറവും എല്ലാം നീ ഏറ്റിത്തരണം റഹ്മാനെ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസിയത്തോടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.